ദൈവമായ കർത്താവ് ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും സ്പർശിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ തൊടട്ടെ. അവിടുത്തെ സ്പർശനത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന്, അവിടുത്തെ സ്പർശനത്തിൻ്റെ സുഖം എന്താണെന്ന്, അവിടുത്തെ സ്പർശനത്തിൻ്റെ ആഴം എന്താണെന്ന്, സ്പർശന അനന്തരം നമ്മളിൽ വരുന്ന മാറ്റം എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ കർത്താവ് നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും എഫഥായിൻ ജീസസ് മിനിസ്ട്രീസിൻ്റെ ഈ ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ഭക്തന് വേണ്ടി ദൈവം ഒത്തിരി കാര്യങ്ങൾ കരുതി വച്ചിട്ടുണ്ട്. ഒരു ഭക്തന് വേണ്ടി, ദൈവത്തെ സ്നേഹിക്കുന്നവന് വേണ്ടി, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവന് വേണ്ടി കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ വിളിക്കുന്നത്, നീ വാ, നീ വന്നതിന് ശേഷം നിനക്ക് എന്തുവാ ആവശ്യം എന്നുള്ളത് കേട്ട് കണ്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരുക്കാം എന്നല്ല ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളതും പറയുന്നതും. പകരം ദൈവം ഒരുക്കിയതിലേക്കാണ് എന്നെയും നിങ്ങളെയും വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചു ചേർത്തിരിക്കുന്നത് ദൈവം ഒരുക്കിയതിലേക്കാണ്. ഒരപ്പൻ അല്ലെങ്കിൽ ഒരമ്മ വീട്ടിൽ മക്കളുടെ ഇഷ്ടം ചോദിച്ചല്ല പലപ്പോഴും പലതും ഒരുക്കുന്നത്. പകരം മക്കളുടെ ഇഷ്ടം അറിഞ്ഞാണ് അവർ ഒരുക്കുന്നത്. മക്കളുടെ ഇഷ്ടം വിഭവസമൃദ്ധമായ എന്തെങ്കിലുമൊക്കെ പാരൻസ് ഒരുക്കുന്ന സമയം മക്കളുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചിട്ടല്ല, പകരം അവരുടെ ഓരോ ദിവസത്തെയും അവരുടെ ജീവിതം കണ്ട്, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ ഇഷ്ടം എന്താണ്, അവരുടെ അനിഷ്ടം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരുക്കുന്നത്. മക്കൾ വരുമ്പോൾ അവരുടെ ഇഷ്ടത്തെ മുൻപിലേക്ക് തുറന്നു കൊടുക്കുകയാണ്, മുമ്പിലേക്ക് കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. അവർക്ക് റെഡി ടു യൂസ് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് എന്നുള്ള രീതിയിൽ അവർക്കത് ആ സംഭരണി തുറന്നു കൊടുക്കുകയാണ്. അത് അവിടെ ചമച്ച അല്ലെങ്കിൽ അതവിടെ ഉണ്ടാക്കിയ പാരൻസ്, അതപ്പനോ അമ്മയോ ആരാണെങ്കിലും കൊണ്ടുവച്ച് കൊടുക്കുന്നത്. കാരണം അത് കാണുമ്പോഴുള്ള മക്കളുടെ സന്തോഷം എന്താണ് എന്ന് അവർ മുന്നമേ ഇത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ അവരുടെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടാണ് അവരത് ഉണ്ടാക്കിയത്. എന്നതുപോലെ ദൈവം നമ്മെ വിളിക്കുമ്പോൾ, ദൈവം നമ്മളെ തൻ്റെ അരികിലേക്ക് വിളിച്ച് ചേർക്കുമ്പോൾ കർത്താവിനറിയാം നിങ്ങളുടെ ഓരോ ദിവസത്തെയും, നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി വീക്ഷിക്കുന്ന, നിരീക്ഷിക്കുന്ന ഒരു ദൈവം, ഒരു സൃഷ്ടാവ് എന്നുള്ള നിലയിൽ, ഒരു ഗാർഡിയൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഇഷ്ട അനിഷ്ടങ്ങൾ എന്താണ് എന്നറിഞ്ഞിട്ട് അതിനുവേണ്ടി ഒരുക്കിയ ആ ഡിവൈൻ സ്റ്റോറേജിലേക്കാണ് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ച് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയൊരു വാക്കല്ല. ഡിവൈൻ സ്റ്റോറേജ് എന്നതൊരു ചെറിയ വാക്കല്ല, അതൊരു ചെറിയ ആശയമല്ല, അതൊരു മണിക്കൂർ പ്രസംഗിച്ച് തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. ഡിവൈൻ സ്റ്റോറേജ് എന്നത് ഭൂമിയിലത്തെ ഒരു വാക്കല്ല. ഡിവൈൻ സ്റ്റോറേജ് എന്നത് സ്പിരിറ്റ് റിലത്തിലുള്ള വാക്കാണ്. ആ സ്പിരിറ്റ് റിലം ഇന്ന് നമ്മുടെ മേൽ തുറക്കുമ്പോഴാണ് ആ സ്റ്റോറേജിലേക്ക് എനിക്ക് നിങ്ങൾക്കും ഒരു ആക്സസ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഫാസ്റ്റിംഗ് പ്രയർ തുടങ്ങിയ ആദ്യ നാൾ മുതൽ തന്നെ നാം ആകാശം തുറക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആകാശം തുറക്കുന്ന, നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നാം ഈ ആകാശം തുറക്കുക. ആ സ്വർഗീയ ബ്ലെസ്സിങ് ഓരോ മക്കളിലേക്കും ഇറങ്ങി വരിക, സ്വർഗീയ ബ്ലെസ്സിങ് ഓരോരുത്തരിലേക്കും ദൈവം സപ്ലൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത് വെറും ഒരു ആശയമല്ലെന്നും ഇത് വെറും ഒരു പ്രസംഗത്തിൻ്റെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി പറയുന്നതല്ലെന്നുമെല്ലാം ഓരോ വാക്ക് പറഞ്ഞതിന് ശേഷവും ബൈബിൾ വചനങ്ങൾ എടുത്തു വെച്ചാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച് ഇന്ന് ഈ തീയതി വരെയും എത്തിച്ചത്. ഈ ഡിവൈൻ സ്റ്റോറേജ് എന്ന് പറയുന്ന പദവും ഇത് ഒരു സ്വർഗീയ വാക്കാണ്. ഇത് നാം ഭൂമിയിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും ഈ ഡിവൈൻ സ്റ്റോറേജ് എന്നൊരു വാക്ക് നമുക്ക് ബൈബിളിൽ എവിടെയും തീർച്ചയായിട്ടും കാണാനായി കഴിയുന്നില്ല എങ്കിലും അതേ വാക്കിനോട് സാമ്യമുള്ള മറ്റു ചില പദങ്ങളുണ്ട് എന്ന് ഞാൻ വേദപുസ്തകം പരതിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഇന്ന് ദൈവം വിളിച്ചിരിക്കുന്നത് ആ ഡിവൈൻ സ്റ്റോറേജിലേക്കാണ്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഡിവൈൻ സ്റ്റോറേജിനകത്ത്
എന്തെങ്കിലും ചില കാര്യങ്ങളല്ല ദൈവം നിറച്ചിരിക്കുന്നത്. ഈ മീറ്റിങ്ങിൽ ആശീർവാദം പറയുന്നതിന് മുന്നേ എത്ര ദൈവമക്കൾ ജോയിൻ ചെയ്യുമോ അത്രയും ദൈവമക്കൾക്ക് വേണ്ടിയിട്ടുള്ളതും, ഈ മീറ്റിങ്ങിൻ്റെ ലൈവ് സെഷന് ശേഷം ആരൊക്കെ ഈ മീറ്റിംഗ് വാച്ച് ചെയ്യുമോ അവർക്ക് വേണ്ടിയിട്ടുള്ളതും, എത്ര വർഷം കഴിഞ്ഞിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്ത് കേൾക്കുമോ അവർക്കുള്ളതുമാകുന്ന നിക്ഷേപം ഉൾപ്പെടെ ഈ ദൈവത്തിൻ്റെ ഡിവൈൻ സ്റ്റോറേജിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എന്താണ് ഡിവൈൻ സ്റ്റോറേജ്? ഡിവൈൻ സ്റ്റോറേജ് എന്നത് ദൈവം മുൻകൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന, ദൈവം മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന, നിക്ഷേപിച്ചിരിക്കുന്ന, സൂക്ഷിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ശക്തി, ജ്ഞാനം, അഭിഷേകം, അവസരങ്ങൾ, ദൈവിക സഹായം, ദൈവിക വചനങ്ങൾ, ഇതെല്ലാം അടങ്ങുന്നൊരു വലിയ സംഭരണശാലയാണ് ഡിവൈൻ സ്റ്റോറേജ് എന്നത്. ഡിവൈൻ സ്റ്റോറേജിൻ്റെ ആഴം, വ്യാസം, വ്യാപ്തി, ആകൃതി ഇതൊന്നും ഈ ഭൂമിയിൽ നാം ഉപയോഗിക്കുന്ന അളവുകൾ ഉപയോഗിച്ച് പറയാൻ കഴിയുന്ന ഒന്നല്ല. അതിന് കറക്റ്റായിട്ടുള്ള അളവ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അളവ് എത്രയാണോ അതാണ് ഡിവൈൻ സ്റ്റോറേജിൻ്റെ അളവ്. ദൈവത്തെ നമുക്ക് എവിടെ കൊണ്ട് വെക്കാൻ പറ്റും, ദൈവത്തെ നമുക്ക് എവിടെ ഒതുക്കാൻ പറ്റും, അതാണ് ഡിവൈൻ സ്റ്റോറേജിൻ്റെ അളവ് എന്ന് പറയുന്നത്. അതായത് ദൈവത്തോളം തന്നെ വലിപ്പമുള്ളതും ദൈവിക നിക്ഷേപങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതുമാകുന്ന ആ നിക്ഷേപത്തിലേക്ക് ആക്സസ് ഉള്ളത് ദൈവത്തെ അന്വേഷിക്കുകയും ഹൃദയപ്രകാരം ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടുകൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഒരു സുരക്ഷിത സംവിധാനമാണ് ഡിവൈൻ സ്റ്റോറേജ് എന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്ന് ഒരെണ്ണം സാത്താൻ പിടിച്ചെടുത്താലും ഡിവൈൻ സ്റ്റോറേജിൽ ഒരു വ്യക്തിക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് അവൻ്റെ കൈയെത്താൻ നീളം പോരാ. ഇന്ന് ഞാനും നിങ്ങളും സ്വീകരിക്കാൻ പോകുന്നത്, എനിക്കും നിങ്ങളുടെയും മേൽ തുറക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ട്രഷറിയാണ്. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കിയാൽ, ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയാൽ ഇങ്ങനെ കാണാം: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളോട് പറയുന്നത് ഈ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണമെന്ന്? വാക്ക് ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതിന് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഷോർട്ടായിരിക്കും എന്ന് തിരിച്ചറിയുക. ഞാൻ പ്രസംഗിക്കുന്നത് പോലെ, ഞാൻ ഏത് രീതിയിലുള്ള ആൾക്കാർക്കും മനസ്സിലാകണമെന്ന് പറഞ്ഞ് വളരെ വിശദമായി വിശദീകരിച്ച് ഒരേ കാര്യം പലവട്ടം ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിൽ തറപ്പിക്കുന്നത് പോലെ ദൈവം പറയത്തില്ല. കർത്താവ് പറയുന്നത് എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ആത്മീയനോട് ദൈവം എപ്പോഴും സ്പിരിച്വൽ കോഡുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. സ്പിരിച്വൽ കോഡുകൾ. അതിലേറ്റവും വലിയ എക്സാമ്പിളാണ് ടങ്സ് പ്രേയറിൽ നാം ചില കാര്യങ്ങൾ കോഡുകളിൽ നാം സംസാരിക്കുന്നത്. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന പ്ലാറ്റ്ഫോമാണിത്. അന്യഭാഷകളിൽ ഒത്തിരി സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയും അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ മീറ്റിങ്ങുകൾ വെക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് കിടപ്പുണ്ട്. അതിനകത്തേക്ക് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്തോളൂ. അങ്ങനെയുള്ള ടങ്സ് പ്രെയർ മീറ്റിങ്ങുകൾക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. എല്ലാ നോട്ടിഫിക്കേഷൻസും ആ ഗ്രൂപ്പിൽ വരും. നോക്കൂ, ടങ്സ് പ്രെയറിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നവർ തന്നെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ആവർത്തിച്ച് ചിലപ്പോൾ ബ മാത്രം പറയും. മനസ്സിലാകാത്തവൻ അപ്പുറത്ത് മാറിയിരുന്ന് ചിരിക്കാം, പക്ഷെ അറിയാമെന്നുള്ളവന് മനസ്സിലാകും എന്തോ ഞാൻ തിരിച്ചൊരു കോഡിൽ, ഞാൻ ആ ഒരു സ്പിരിച്വൽ റിലത്തിലേക്ക് ഞാൻ
ഇങ്ങനെ കോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. കമാരാഭാഷിയാന്തരെ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തിൽ നിന്ന് വാക്കെടുക്കേണ്ടത് ആർത്തിയോടെ ആയിരിക്കണം, പക്ഷേ അനാസ്ഥയോടെ ആയിരിക്കരുത്. ദൈവത്തിങ്കിൽ നിന്നൊരു വാക്കെടുക്കുന്നത് ആർത്തിയോടെ ആയിരിക്കണം, പക്ഷേ അനാസ്ഥയോടെ ആയിരിക്കരുത്. ദൈവത്തിങ്കിൽ നിന്നൊരു ദൂതെടുക്കുന്നത് ഉത്തരവാദിത്വത്തോടെ ആയിരിക്കണം, ആവശ്യ സാധ്യത്തിന് വേണ്ടി ആകരുത്. ഇന്നത്തെ കഷ്ടത മാറാൻ, ഇന്നത്തെ ഞെരുക്കം മാറാൻ, ഈ വർഷം പിള്ളേർക്ക് പുറത്തു പോകാൻ, ഈ വർഷം സാലറി കിട്ടാൻ, ഈ വർഷം ഒരു പ്രൊമോഷൻ ഉണ്ടാകാൻ, അങ്ങനെ ആവശ്യ സാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തിങ്കിൽ നിന്ന് വാക്കെടുക്കരുത്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, അപ്പൊ ദൈവത്തിൻ്റെ വായി സംസാരിക്കുന്നത്, യഹോവയുടെ വായി സംസാരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാകുന്നത് കൊണ്ടാണ് അതെടുക്കുന്നവനും ആ ശ്രദ്ധ വേണം എന്ന് പറയുന്നത്. തിരുവചനം എങ്ങനെയെങ്കിലും എടുത്ത് ഇങ്ങനെ ഒരു എറിയെറിഞ്ഞ്, ഇങ്ങനെ ഒരു എറിയെറിഞ്ഞ്, അങ്ങനെ ഒരു ദൂത് കൊടുത്ത് ഒക്കത്തില്ല. കാരണം ഞാൻ ഈ വാക്കെടുക്കുമ്പോൾ എൻ്റെ ഉള്ളിനകത്ത് ഇങ്ങനെ ടട്ട ഒരു ഇടിയുണ്ട്. അത് ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവല്ല, എനിക്കൊരു ഭയം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഞാൻ തന്നെ ഇത് നിങ്ങളോട് പറയുമ്പം എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭയം, ഇങ്ങനെ ദൈവഭയം ജനറേറ്റ് ആകുന്നുണ്ട്. കാരണം സംസാരിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത് പോലും ദൈവമാണെന്ന് ഓർക്കുകയും, അപ്പോൾ ഞാൻ എത്ര ഗൗരവത്തോടെ ഇനിയും ഈ വചനത്തെ എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ശ്രദ്ധയാണ് എൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത്. അപ്പോൾ ഒരു ദൂത്, ഒരു ദൈവശബ്ദം തരുന്നത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവാകുന്നത് കൊണ്ടും, കേൾക്കുന്നവന് ശ്രദ്ധയില്ലെങ്കിലും പറയുന്നവൻ്റെ ശ്രദ്ധ ഭയങ്കരമാകൊണ്ടും, ആ വായിൽ നിന്ന് വരുന്ന വാക്ക്, ആ വചനത്തിൽ നിന്ന് നമുക്ക് തരുന്ന ആശയങ്ങൾ, ആ വചനത്തിൽ നിന്ന് ദൈവം നമുക്ക് തരുന്ന എക്സ്പ്ലനേഷൻസ്, അതിൽ നിന്ന് തരുന്ന ഡിസ്ക്രിപ്ഷൻസ്, ഇതെല്ലാം തന്നെ ദൈവത്തോളം പ്രാധാന്യമുള്ളതാകൊണ്ട് വചനം കേൾക്കുന്നവൻ അത് ശ്രദ്ധയോടെ കേൾക്കണം. 2, ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകൾ. എന്നും കൽപ്പന പറയുന്ന ദൈവമല്ല. എന്നും നീ നന്നാവ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നീണ്ട കാലത്തേക്ക് 400 വർഷം ദൈവത്തിൻ്റെ പ്രവചന ആത്മാവ് മൗനം പാലിച്ചിരുന്നു. കാര്യം എന്നാണെന്നറിയാവോ? പറയേണ്ടതൊക്കെ പറഞ്ഞു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, കാണിക്കേണ്ടതൊക്കെ കാണിച്ചു, കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, അനുകൂലമായും പ്രതികൂലമായും ജനത്തെ ട്രെയിൻ ചെയ്യാൻ നോക്കി. എന്നിട്ടും അനുസരിക്കാതെ വന്നപ്പോൾ എന്താണ് പ്രവചനാത്മാവിൻ്റെ പ്രാധാന്യമെന്ന് ജനം പഠിക്കട്ടെ എന്ന് കണ്ടിട്ടായിരിക്കണം ദൈവം മിണ്ടിയില്ല. അതിനുശേഷമാണ് പിന്നീട് ഇപ്പുറത്തേക്ക് നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് തുറക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സംസാരിക്കാൻ ആളില്ല എന്ന് കരുതരുത്. എപ്പോഴും ദൈവം നമ്മളോട് അങ്ങനെ സംസാരിക്കുന്ന ദൈവമല്ല. ഇന്നത്തേക്ക് വേണ്ടത് നാളത്തേക്ക് നിന്നോട് സംസാരിക്കാത്ത, ഇന്നത്തേക്ക് വേണ്ടത് ഇന്നലെ തന്നെ നിന്നോട് സംസാരിക്കാത്ത, ഇന്നത്തേക്ക് വേണ്ടത് ഇന്ന് നിന്നോട് സംസാരിക്കുകയും ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് എന്ന് ഈ ബൈബിൾ വചനത്തിനകത്ത് പറയുന്നു. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകൾ. ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഡിവൈൻ സ്റ്റോറേജിൻ്റെ പ്രത്യേകത നിറഞ്ഞു കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആരുടെയെങ്കിലും മേൽ തുറന്നു കൊടുക്കുന്ന സംഭരണശാലയല്ല, ആരുടെയെങ്കിലും മേൽ തുറന്നു കൊടുക്കുന്ന ഒരു സംഭരണശാലയല്ല. നിങ്ങൾ ബാങ്കിൻ്റെ ലോക്കർ കണ്ടിട്ടുണ്ടോ? ബാങ്കിൻ്റെ ലോക്കർ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കുന്ന ഒന്നല്ല. പ്രൈസ് ദ ലോർഡ്. ബാങ്കിൻ്റെ ലോക്കർ
ബാങ്കിൻ്റെ അക്കൗണ്ട് ഹോൾഡർ ആണെന്ന് പറഞ്ഞ് അക്കൗണ്ട് ഹോൾഡറുടെ മുമ്പിൽ തുറന്നു കൊടുക്കുന്ന ഒന്നല്ല, പക്ഷേ അവിടുത്തെ ഒരു ഓതറൈസ്ഡ് പേഴ്സന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കാത്ത ഡോറാണ്. ഹല്ലേലൂയ. ബാങ്കിൻ്റെ അക്കൗണ്ട് ഹോൾഡർക്ക് ബാങ്കിൻ്റെ ഡെസ്ക് വരെയുള്ള ആക്സസ്സേ ഉള്ളൂ. പകരം ഈ ലോക്കറിനകത്തേക്കുള്ള ആ സംഭരണശാലയ്ക്കകത്ത് ആ സുരക്ഷിത കവചത്തിനകത്തേക്കുള്ള പ്രവേശനം പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ ആർക്കാണ് അതിനകത്തേക്കുള്ള ഡെസ്ക് പാസ് ചെയ്ത് പോകാൻ പറ്റുന്നത്? ഡെസ്ക് പാസ് ചെയ്ത് പോകാൻ പറ്റുന്നത് ഒരു ലീഗൽ ഓതറൈസ്ഡ് പേഴ്സണ് മാത്രമേ അവിടെ ഉള്ളൂ. ഐ മീൻ ഒരു കീ പോസ്റ്റിലിരിക്കുന്ന, ഒരു കീ അതോറിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ ലോക്കറിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നതുപോലെ ഇന്ന് ഈ വേർഡ് നിങ്ങളോട് പറയുന്നു. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന, ഞാൻ ഇന്ന് നിന്റെ മുമ്പിൽ തുറന്നു തരാൻ പോകുന്ന, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യുന്ന, ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന അവൻ്റെ ശബ്ദം എന്ത് എന്ന്, കൽപ്പന എന്ത് എന്ന്, പ്രമാണം എന്ത് എന്ന്, ആലോചന എന്ത് എന്ന് നീ കേട്ടാ മാത്രം പോരാ, ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ടോ അത് ഓർത്താ മാത്രം പോരാ, അത് നീ പ്രമാണിച്ച് നടന്നാൽ, നീ പ്രമാണിച്ച് നടന്നാൽ, നീ പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതിക്കും മീതെ, ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്, സർവ്വജാതിക്കും മീതെ, സർവ്വജാതിക്കും മീതെ താഴ്ത്തുമെന്നല്ല, ഉന്നതമാക്കും. ഒരല്പം ഉയർത്തുമെന്നല്ല, ഇന്നത്തേക്കൊരു പേരെടുക്കാൻ വേണ്ടി ഉയർത്തുമെന്നല്ല. ദൈവം പറയുന്നു സർവ്വജാതിക്കും മീതെ ഉന്നതമാക്കും. ഈ പ്രവചന ശബ്ദം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുകയാണ്. സർവ്വജാതിക്കും മീതെ നിങ്ങൾക്ക് നേരെ ക്രുദ്ധിച്ചു നിൽക്കുന്ന, നിങ്ങൾക്ക് നേരെ വഞ്ചന നിരൂപിക്കുന്ന, നിങ്ങൾക്ക് നേരെ ടാർജറ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് നേരെ ദുരാലോചന കഴിക്കുന്ന, നിങ്ങൾക്ക് നേരെ പദ്ധതികൾ എതിരായി ആവിഷ്കരിക്കുന്ന, നിങ്ങളെ വശീകരിക്കാൻ ശ്രമിക്കുന്ന, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, കണ്ണുനീർ വാർക്കാൻ വേണ്ടിയിട്ട് പദ്ധതികൾ ഒരുക്കുന്ന, നിങ്ങൾ തകരണമെന്ന് ആഗ്രഹിക്കുന്ന, ആലോചിക്കുന്ന ഏതൊരു വിരോധിയുടെ പദ്ധതികളെയും ചിതറിച്ചുകൊണ്ട്, ഏതൊരു വിരോധിയുടെ ആലോചനയും അട്ടിമറിച്ചുകൊണ്ട്, ആമേൻ, നിനക്ക് മുകളിൽ ഉയരണമെന്ന്, നിന്റെ തല കുനിപ്പിക്കണമെന്ന്, നിങ്ങൾക്ക് വിരോധമായി ചിലതൊക്കെ ചെയ്യണമെന്ന്, നിങ്ങളോട് മത്സരിക്കണമെന്ന് ആർ കരുതുന്നുവോ, ഇന്ന് അവന്റെ താഴ്ചയും വിശ്വസിക്കുന്നവന്റെ ഉയർച്ചയുമാകട്ടെ. കാരണം ഞാൻ ശ്രദ്ധിക്കുന്ന ശബ്ദം അത് ഹെവൻലി വോയിസ് ആണ്. ഞാൻ ഫോളോ ചെയ്യുന്ന തിയറി അത് ഹെവൻലി തിയറിയാണ്. എന്റെ സ്റ്റോറേജ് ഡിവൈൻ സ്റ്റോറേജ് ആണ്. എനിക്ക് സഹായം വരുന്നത് ഉയരത്തിൽ നിന്നാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു സർവ്വജാതിക്കും മീതെ ഉന്നതമാക്കുന്ന ദൈവമാകും യഹോവ. ഹല്ലേലൂയ, പ്രൈസ് ടു ബി ജീസസ്. സർവ്വജാതിക്കും മീതെ ഉന്നതമാക്കുന്ന യഹോവ. അപ്പൊ ഒരു വ്യക്തിക്ക് ഡിവൈൻ സ്റ്റോറേജിലേക്ക് ഒരു ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ടിനെ കുറിച്ച് താങ്കൾ കേൾക്കണം. അതിൻ്റെ റൂട്ടിനെ കുറിച്ച് താങ്കൾ കേൾക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ഒരു പ്രവചന ശബ്ദം പോലെ കേൾക്കാതെ, നീ ഒരു വെളിപ്പാട് പോലെ കേൾക്കാതെ, അല്ലെങ്കിൽ ഇത് കൊള്ളാലോ പരിപാടി എന്നുള്ള രീതിയിൽ കേട്ടുകൊണ്ടിരിക്കാതെ, എന്തായാലും ഇച്ചിരി സമയമുണ്ട് എന്നാൽ പിന്നെ 10 മിനിറ്റ് കേൾക്കാം എന്നുള്ളൊരു നിലവാരത്തിൽ ഇരിക്കാതെ, സംസാരിക്കുന്നവൻ്റെ ശ്രദ്ധ എന്താണെന്ന് മനസ്സിലാക്കി, ഈ വാക്ക് തരുന്നവൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കി, ശ്രദ്ധയോടെ നീ കേട്ടാൽ മാത്രം പോരാ, അത് പ്രമാണിച്ചു നടന്നാൽ നീ സർവ്വജാതിക്കും മീതെ. അപ്പോൾ എന്തോ ചില അശ്രദ്ധകളാണ്, ചില നടപ്പിൻ്റെ പിഴവുകളാണ്, ചില ഗതി മാറ്റങ്ങളാണ് വചനം കേട്ടിട്ടും ഉയരാത്തതിൻ്റെ കാരണം. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് പ്രമാണിച്ച് നടന്നാൽ. അപ്പൊ കേട്ടത് വരെ കറക്റ്റാ, പക്ഷെ പ്രമാണിച്ചതിലും നടന്നതിലും ശ്രദ്ധ കൊടുത്തതിലും വന്ന പാകപ്പിഴയാണ് ജാതികൾ എനിക്ക് മീതെയായത്.
ജാതികൾ എനിക്ക് മീതെയായത്. ഈ ജാതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ബൈബിൾ അർത്ഥത്തിൽ മാത്രമേ എടുക്കാവുള്ളൂ. ദൈവത്തെ സ്വീകരിക്കാത്തവരെയും ദൈവത്തെ അറിഞ്ഞിട്ടറിയാതെ നടക്കുന്നവരെയും ദൈവത്തെ ഒരിക്കൽ കൈക്കൊണ്ടിട്ട് പിന്നീട് നന്ദികേട് കാണിച്ച് തെറ്റിപ്പോയവരെയുമാണ് ബൈബിൾ ജാതികൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു ആ ജാതി അല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ എടുക്കരുതേ. അപ്പോ ബൈബിൾ പറയുന്നത് ഉന്നതമാക്കുന്ന ദൈവം മറന്നുപോയതല്ല, പക്ഷേ ചില ജാതികൾ നിങ്ങൾക്ക് മുകളിൽ കയറിയത്, ചില ജാതികളുടെ ആലോചനകൾ നമ്മുടെ മേൽ ഫലിച്ചത് ജാഗ്രത കുറവ് കൊണ്ടാണ്. ജാഗ്രത കുറവ്. എവിടെയൊക്കെയോ ദൈവവചനം കേൾക്കാഞ്ഞിട്ടല്ല, കേട്ടതിലും കൊടുത്ത ശ്രദ്ധയിൽ വന്ന പിഴവും പ്രമാണിച്ചതിലുള്ള പിഴവും നടപ്പിൽ പറ്റിയ പിശകുമാണ് ജാതികളുടെ മുകളിൽ ഉന്നതനാകേണ്ട താങ്കളോ താങ്കൾക്ക് വേണ്ടപ്പെട്ടവരോ അവരുടെ താഴെയായതും അവർ നമ്മുടെ മുകളിലായതും. അപ്പൊ സംസാരിക്കാഞ്ഞിട്ടല്ല ദൈവം സംസാരിച്ചില്ലേ? ദൈവം ഇടപെടാഞ്ഞിട്ടല്ല, ദൈവം ഇടപെട്ടില്ലേ? ദൈവം ദർശനം തരാഞ്ഞിട്ടല്ല, ദൈവം ദർശനം തന്നില്ലേ? ദൈവം ആലോചന തരാഞ്ഞിട്ടല്ല, പല വട്ടം ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ആലോചന തന്നില്ലേ? അപ്പോൾ ഇത് ഞാൻ എടുത്തതിലും പ്രമാണിച്ചതിലും നടന്നതിലും വന്ന പിഴവാ. ഇന്ന് ഞാനത് കറക്റ്റ് ചെയ്യും. കാരണം ബൈബിൾ എനിക്കൊരു ഉറപ്പ് തരുന്നുണ്ട്, ഒരു പ്രോമിസ് തരുന്നുണ്ട്. എന്നെ സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഒരു ഡിവൈൻ സ്റ്റോറേജ് ഒരു മനുഷ്യൻ്റെ മേൽ തുറക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് ആണ് അവനെ ദൈവവചനത്തോട് അങ്ങ് വല്ലാത്ത രീതിയിൽ പിടിച്ചങ്ങ് അടുപ്പിക്കും. ഭയങ്കര ഒരു അട്രാക്ഷൻ അവനൊരു ഒരു മെസ്സേജിനോടോ അല്ലെങ്കിൽ ഒരു ദൈവവചനത്തോടോ ചില ഭാഗങ്ങളോടോ ചില ബുക്സിനോടോ, ഇപ്പോൾ ഒരു ശമൂവേലിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ആവർത്തന പുസ്തകം അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം, അങ്ങനെ ചില പുസ്തകങ്ങളോട് മാത്രം അല്ലെങ്കിൽ ലേഖനങ്ങളിലേക്ക് ഒരു ദൈവികമാകുന്ന ഒരു ആകർഷണം, കാന്തം ഇരുമ്പിനെ വലിച്ചടിപ്പിക്കുന്നത് പോലെ ഒരു പ്രത്യേക ആകർഷണം ചിലതിനോടുണ്ടാകുന്നതിൻ്റെ കാരണം പോസിറ്റീവായിട്ടുള്ള ആകർഷണം, നിങ്ങളുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ആകർഷണം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരു ഡിവൈൻ സ്റ്റോറേജ് നിങ്ങളിലേക്ക് തുറക്കാൻ സമയമായി എന്നുള്ളതാണ്. കാരണം നീ അത് പ്രമാണിച്ചാൽ നിന്റെ മേൽ അത് വർഷിക്കും. അപ്പോൾ 28-ാമത്തെ അധ്യായം തന്നെ, ഈ ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം തന്നെ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡിവൈൻ സ്റ്റോറേജ് എന്ന വാക്ക് ബൈബിളിലുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും ഡിവൈൻ സ്റ്റോറേജിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് റൈറ്റ് ടൈമിൽ മാത്രമേ ആ നിക്ഷേപം നമ്മുടെ മുമ്പിൽ തുറന്നു വരത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നതിന് മുന്നേ ഇവിടെ ID ഉണ്ടായി, നിങ്ങളുടെ കയ്യിൽ ID ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ പാസ്വേഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിൻ്റെ സമയവും എല്ലാം അറിയാം. പക്ഷെ നിങ്ങൾക്ക് തുറന്നു കയറാൻ പറ്റിയില്ല. കാര്യം എന്താ? ഒരു റൈറ്റ് ടൈമിലേ നിങ്ങൾക്കൊരു ആക്സസ് കിട്ടിയുള്ളൂ. അതിനു മുന്നേ നിങ്ങൾക്ക് അറിയാം ഉണ്ടെന്ന്, നടക്കുമെന്നറിയാം, ഉടനെ സമയമാകുമെന്നും എല്ലാം അറിയാം. പക്ഷേ നിങ്ങൾക്കൊരു ആക്സസ് കിട്ടിയത് റൈറ്റ് ടൈമിലാണ്. അതൊരു ഒരു 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 പ്രീ ഡിറ്റർമിൻഡ് ടൈമാണത്. പ്രീ ഡിറ്റർമിൻഡ് ടൈമാണ്. ആ ടൈമിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ, ആ വാക്ക് നിങ്ങൾ അടിവരയിടണം കേട്ടോ പറയാൻ പോകുന്നതിന്, യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. ഇതിനിവിടെ ഇട്ടേക്കുന്ന എന്നാന്ന് നിങ്ങളൊന്നും നോക്കിക്കേ. The Lord shall open unto thee his good treasure എന്നിട്ടേക്കുന്ന good treasure in the sense
ഡിവൈൻ സ്റ്റോറേജ്. ഗുഡ് ട്രഷർ എന്ന വേർഡും ഡിവൈൻ സ്റ്റോറേജ് എന്ന വേർഡും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. ദൈവത്തിൻ്റെ നിക്ഷേപത്തിൽ നിന്നാണ്, ആ ഡിവൈൻ സ്റ്റോറേജിൽ നിന്നാണ്, ആ ഗുഡ് ട്രഷറിൽ നിന്നാണ് നിങ്ങളുടെ കൃഷിക്ക് വേണ്ട മഴ, നിങ്ങളുടെ ദേശത്തിന് വേണ്ട ആഹാരം, നിങ്ങളുടെ ജോലിക്ക് വേണ്ട നന്മകൾ, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടുന്ന എല്ലാ മഴകൾ, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സമ്പത്ത്, നിങ്ങൾക്ക് വേണ്ടുന്ന സ്പിരിച്വൽ അപ്ഡേഷൻസ്, നിങ്ങൾക്ക് വേണ്ടുന്ന വചനം, നിങ്ങൾക്ക് വേണ്ടുന്ന പ്രവചനം, നിങ്ങൾക്ക് വേണ്ടുന്ന ഡെലിവറൻസ് എല്ലാം കർത്താവ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടുന്നെങ്കിലും എടുത്തുകൊണ്ട് വരുവല്ല, പകരം തൻ്റെ ഗുഡ് ട്രഷറിൽ നിന്ന്, ആ ഡിവൈൻ സ്റ്റോറേജിൽ നിന്ന് നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പമ്പിൽ ചെന്ന് നമ്മുടെ പെട്രോൾ ടാങ്ക് തുറന്ന് അതിൻ്റെ നോസിലിൻ്റെ കീഴിലേക്ക് നമ്മൾ വാഹനത്തെ കൊണ്ട് നിർത്തി കൊടുക്കുന്നത് പോലെ ആ ശാലയിൽ നിന്ന് ആ നോസിലിലൂടെ നമ്മുടെ ഇന്ധന ടാങ്കിലേക്ക് പെട്രോൾ നിറച്ചതിന് ശേഷം ദീർഘദൂരം നമ്മൾ ഓടുന്നത് പോലെ ദൈവത്തിൻ്റെ നിറവിൽ നിന്ന് നിങ്ങളുടെ ടാങ്കിലേക്ക്, ദൈവത്തിൻ്റെ നിറവിൽ നിന്ന് നിങ്ങളുടെ പാത്രത്തിലേക്ക്, ദൈവത്തിൻ്റെ നിറവിൽ നിന്ന് നിങ്ങളുടെ സ്പിരിറ്റിലേക്ക്, ദൈവത്തിൻ്റെ നിറവിൽ നിന്ന് നിങ്ങളുടെ മൺകുടത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് സ്റ്റോർ ചെയ്ത് തരുന്നത് ഇന്ന് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഈ വാക്കിന് ശ്രദ്ധയോടെ ആമേൻ പറയുന്ന ചിലരുടെ ജീവിതത്തെ ഈ സെക്കൻഡിൽ ഈ വേർഡ് തിരിക്കുകയാണ്, ഈ വേർഡ് തിരിക്കുകയാണ്, ഈ വേർഡ് തിരിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ശ്രദ്ധയോടുകൂടെ നീ ഇത് ആമേൻ പറയുമ്പോൾ, ശ്രദ്ധയോടുകൂടെ കൈക്കൊള്ളുമ്പോൾ നിങ്ങളുടെ മേലൊരു ഗുഡ് ട്രഷർ തുറക്കാൻ പോകുകയാണ്, ഒരു ഹെവൻലി ട്രഷറി തുറക്കാൻ പോകുകയാണ്, ഒരു ഡിവൈൻ ട്രഷറി തുറക്കാൻ പോവുകയാണ്. ആമേൻ, 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 ആമേൻ. ആ ട്രഷറിക്കകത്തുള്ള അവസരങ്ങൾ, ആ ട്രഷറിക്കകത്തുള്ള അനുഗ്രഹങ്ങൾ, ആ ട്രഷറിക്കകത്തുള്ള പ്രവചന ശബ്ദങ്ങൾ, ആ ട്രഷറിക്കകത്തുള്ള കീ, ആ ട്രഷറിക്കകത്തുള്ള ഫോർമുല, പരിഹരിക്കപ്പെടാത്ത ചിലതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി എന്റെ ദൈവം വിശ്വസ്തന് തുറക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ ആമേൻ പറയുന്ന എത്ര ദൈവമക്കൾ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കൊരിന്ത്യർക്ക് പൗലോസ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം, കൊരിന്ത്യർക്ക് പൗലോസ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 4-ാമത്തെ അധ്യായം, അതിന്റെ 7-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. ട്രഷറി, ഈ ഡിവൈൻ സ്റ്റോറേജ് എന്താന്ന് നിങ്ങൾ നോക്കിയേ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനം എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം, കണ്ടോ അവിടെ കിടക്കുന്ന കണ്ടോ നിങ്ങൾ, ട്രഷർ. ബട്ട് വി ഹാവ് ദിസ് ട്രഷർ, ബട്ട് വി ഹാവ് ദിസ് ട്രഷർ. ഈ നിക്ഷേപം ഞങ്ങൾക്കുണ്ട്, പക്ഷെ അത് ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവം തന്നതാണ് എന്ന് വരേണ്ടതിന്. ഇതെവിടെയാണ് ഇരിക്കുന്നത്? ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. മൺപാത്രങ്ങൾ എന്താണ്? മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ ശരീരത്തിൻ്റെ അകത്താകുന്നു ഈ നിക്ഷേപം സ്പിരിറ്റിൽ ഉള്ളത്. ഒരു വ്യക്തിക്ക് ഡിവൈൻ എക്സസ് ലഭിക്കണമെങ്കിൽ, ഞാൻ 1-ാമത്തെ ദിവസം മുതൽ നമ്മൾ ചിന്തിച്ചായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ പുറകിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ തമ്പിനയിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ തമ്പിനയിൽ കാണുന്ന ഇത് തന്നെയായിരിക്കും ഈ മെസ്സേജിനകത്ത് വരുന്നത്. ആകാശം തുറക്കുന്ന, നിക്ഷേപങ്ങൾ പകരുന്ന, അനുഗ്രഹങ്ങൾ ചൊരിയുന്ന, ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന നിലയിലുള്ള ഒരുപാട് സന്ദേശങ്ങൾ പുറകെ കിടപ്പുണ്ട്. നോക്കിയാൽ മതി സമയം പോലെ. അന്നേരം ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഡിവൈൻ സ്റ്റോറേജിലേക്ക് ഒരു ആക്സസ് ലഭിക്കണമെങ്കിൽ വെറുതെ ഒക്കത്തില്ല. അവനിൽ ഒരു ആത്മശക്തി അവനിൽ വർദ്ധിക്കണം. ഒരാത്മശക്തി, ഒന്ന് പറഞ്ഞേ, ആത്മശക്തി. ട്രഷർ നമ്മുടെ മേൽ, നിക്ഷേപം നമ്മുടെ മേൽ എത്തണമെന്നുണ്ടെങ്കിൽ ആ നിക്ഷേപത്തെ സ്വീകരിക്കേണ്ട ഒരു അക്കൗണ്ട് നമ്മിൽ ഓപ്പൺ ആയിരിക്കണം. റബാഖായാബ, ഇന്ന് നിന്റെ അക്കൗണ്ട് തുറക്കാൻ പോവുക കേട്ടോ. നിങ്ങളുടെ അക്കൗണ്ട് തുറക്കാൻ പോവുക.
നിങ്ങളുടെ സ്പിരിച്വൽ അക്കൗണ്ട് തുറക്കാം. ആമേൻ. ഞാനും ആ വാക്കിന് ആമേൻ പറയുകയാണ്. എൻ്റെ സ്പിരിച്വൽ അക്കൗണ്ട് ദൈവം തുറക്കാൻ പോകും. അതിനകത്ത് നിക്ഷേപങ്ങൾ വർദ്ധിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിക്ഷേപങ്ങൾ വർദ്ധിക്കും, നിക്ഷേപങ്ങൾ വർദ്ധിക്കും. ഞാൻ പറയുന്ന സെൻസൊക്കെ നിങ്ങൾക്ക് ഈ നാളുകളിൽ ലഫദായിൻ ജീസസ് മിനിസ്ട്രീസുമായിട്ട് പങ്കെടുക്കുന്ന ദൈവമക്കൾക്കറിയാം. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ട്, എന്താണ് ഞാൻ പറയുന്ന വർധനവ്, എന്താണ് ഞാൻ പറയുന്ന നിക്ഷേപം എന്നൊക്കെ. എനിവേ ഞാനത് ആവർത്തിക്കുന്നില്ല, സമയക്കുറവ്. നിങ്ങളുടെ അക്കൗണ്ട് തുറക്കും. ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ അക്കൗണ്ടിൻ്റെ കാറ്റഗറി അനുസരിച്ച് ഡിവൈൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ദൈവം റിലീസ് ചെയ്യത്തുള്ളൂ. ഗ്ലോറി, പ്രൈസ് ടു ബി ജീസസ്. ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ അക്കൗണ്ടിൻ്റെ കാറ്റഗറി അനുസരിച്ച് ചില അക്കൗണ്ടിൽ മാക്സിമം ചില അക്കൗണ്ടിൽ മാക്സിമം 50,000 രൂപ വരെ വരാൻ പറ്റത്തുള്ളൂ. മാക്സിമം അത്രേ പറ്റത്തുള്ളൂ. ഈ ഞാൻ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം പറയാം. ചില അക്കൗണ്ടിൽ 50,000 രൂപ വരെ വരാൻ പറ്റത്തുള്ളൂ. ചില അക്കൗണ്ടിൽ 3 ലക്ഷം, ചില അക്കൗണ്ടിൽ 1 കോടി, 10 കോടി, 20 കോടി വരാം. കാര്യം എന്താ സാറേ എന്ന് ചോദിച്ചാൽ പറയും, അത് അവരുടെ അക്കൗണ്ടിൻ്റെ കാറ്റഗറി അങ്ങനെയാണ്. അക്കൗണ്ടിൻ്റെ കാറ്റഗറി അങ്ങനെയാണ്. അത് ബാങ്കിൻ്റെ ഒരു ടേമാണ്. അത് അക്കൗണ്ടിൻ്റെ കാറ്റഗറി അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ചോദ്യം ഇതാണ്: ചില കാര്യങ്ങൾ മാത്രം നടക്കുന്ന നിലയിലുള്ള ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് തുടരണോ? നിങ്ങൾക്ക് അപ്പം വർദ്ധിപ്പിക്കുന്ന നിലയിലുള്ള ഒരു മിനിസ്ട്രി ലെവലിൽ നിന്നാൽ മതിയോ? അപ്പം വർദ്ധിക്കണം, ജനത്തിൻ്റെ വയറിൻ്റെ വിശപ്പും ആത്മാവിൻ്റെ വിശപ്പും കെടുത്തുന്ന നിലയിലുള്ള ഒരു മിനിസ്ട്രി ലെവലിലേക്ക് കയറണോ? ജനത്തിൻ്റെ ഏത് തരത്തിലുള്ള വിശപ്പും മാറ്റി അവരെ കെട്ടഴിച്ചു വിടാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മിനിസ്ട്രി അനോയിൻറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് കടക്കണോ? അതോ ഒരു അപ്പോസ്റ്റോലിക് റേഞ്ചിലേക്ക് നിങ്ങൾക്ക് വളരണോ? ഇതാണ് കാറ്റഗറി. ഒരു വ്യക്തിയുടെ ദാഹത്തിനനുസരിച്ചാണ് ദൈവം വർദ്ധിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ചാണ് ദൈവം പ്രൊവൈഡ് ചെയ്യുന്നത്. ദേശത്ത് മഴ തരുവാൻ നമ്മൾ വായിച്ചെടുത്തേക്ക് തന്നെ ഒന്ന് വന്നേ ദൈവമക്കൾ. ആവർത്തന പുസ്തകത്തിലേക്ക് തന്നെ ഒന്ന് വന്നേ. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് തന്നെ വന്നാട്ടെ. അവിടെ പറയുന്നത് നോക്കിക്കേ: തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേല ഒക്കെയും അനുഗ്രഹിപ്പാനും. കണ്ടോ, മഴയുണ്ടെങ്കിലേ വേല എടുക്കുന്നത് കൊണ്ട് കാര്യമുള്ളൂ. കേട്ടോ, ദൈവത്തിൻ്റെ മഴയുണ്ടെങ്കിലേ വയലിൽ അധ്വാനിക്കുന്ന കർഷക, വെയിൽ കൊണ്ട് നിലമുഴുന്ന കർഷക, വിത്ത് കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്ന കർഷക, നിന്റെ വേലയ്ക്ക് ഫലമുള്ളൂ. അനുഗ്രഹം എന്ന് പറയുന്നത് വേല ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒന്നല്ല, വേലയ്ക്ക് ശേഷം കിട്ടുന്ന ഒന്നാണ്. കർഷകൻ്റെ ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചാൽ അത് നിലം ഉഴുമ്പോഴല്ല, അത് വിത്ത് വിതയ്ക്കുമ്പോഴല്ല, ദേശത്തിന് കിട്ടേണ്ട മഴയും വെയിലും സമാസമം കിട്ടി അത് കൊയ്തെടുക്കുമ്പോഴാണ് ആ മനുഷ്യന് ലഭിക്കുന്നത്. ആ മനുഷ്യൻ പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം പറയുന്നത്, ദേശത്തിന് മഴ, തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേല ഒക്കെയും അനുഗ്രഹിക്കപ്പെടാനും, നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം, ആ വാക്കൊന്ന് പറഞ്ഞ നല്ല ഭണ്ഡാരമായ ആകാശം, കർത്താവ് നിങ്ങളിലേക്ക് ഒന്ന് തുറന്നു തന്നാൽ അത് പിടിച്ച് തരുന്ന ദൈവമല്ല, അത് വർദ്ധിപ്പിച്ചു തരുന്ന ഒരു ദൈവം അത്രേ. അത് നിന്റെ വിളവുകൾ വിളയത്തക്ക നിലയിലുള്ള, കൃഷിഫലം അനുഗ്രഹിക്കപ്പെടത്തക്ക നിലയിലുള്ള, നിങ്ങളുടെ വേല ഒക്കെയും അനുഗ്രഹിപ്പാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് ദൈവത്തിൻ്റെ സോഴ്സിൽ നിന്ന് ദൈവം തുറക്കുന്നത്.
അത് നിങ്ങളുടെ സ്പിരിച്വൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ദൈവം അത് ഡിക്ലെയർ ചെയ്യുന്നത്, അത് റിലീസ് ചെയ്യുന്നത്. നമ്മളിതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ്. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു, നിങ്ങൾ എത്ര പേർ അത് ഓർക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്ന ഓരോ മീറ്റിങ്ങിലെ മെസ്സേജുകൾക്കും പരസ്പര കണക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഒരു സ്പിരിച്വൽ കപ്പാസിറ്റി, അതിനെ ഞാൻ ഇന്ന് പറഞ്ഞതാണ് ഒരു സ്പിരിച്വൽ അക്കൗണ്ട് എന്ന്. രണ്ടും ഒന്ന് തന്നെയാണ്. ആ സ്പിരിച്വൽ അക്കൗണ്ട് നമ്മിൽ ഓപ്പൺ ആയെങ്കിൽ മാത്രമേ ആ ഡിവൈൻ സ്റ്റോറേജ് അല്ലെങ്കിൽ ആ ഗുഡ് ട്രഷറിൽ നിന്നുള്ള ആ നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതിന് നമ്മുടെ ആത്മീയ ദാഹം വർദ്ധിക്കണം. നമ്മുടെ ആത്മീയ ദാഹം വർദ്ധിക്കണം. 2, ദൈവവചനത്തെ ശ്രദ്ധയോടെ കേൾക്കണം. 3, ആ ദൈവവചനത്തെ പ്രമാണിക്കണം. അറ്റ് എനി കോസ്റ്റ് ദൈവവചനത്തിനകത്ത് വെള്ളം ചേർക്കല്ല. അത് പ്രമാണിക്കുന്ന കാര്യത്തിനകത്ത് നമ്മൾ ഡീവിയേഷൻ എടുക്കരുത്. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കുമെന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. അതിലേക്ക് ഞാൻ കയറിയാൽ തീരത്തില്ല. അപ്പോൾ എന്താണ് ആ ഒരു ഡിവൈൻ ട്രഷർ, ആ ഒരു ഡിവൈൻ സ്റ്റോറേജ് എന്ന് ഇതിനോടകം നിങ്ങൾക്ക് പിടികിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, ദൈവം മുൻകൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഈ ഡിവൈൻ സ്റ്റോറേജിനകത്തുള്ളത്. ഇന്നത്തെ ഈ മീറ്റിങ്ങിലായിരിക്കുന്ന 300 പേർ യൂട്യൂബിൽ, 83ഓളം പേർ സൂമിൽ, ഇത്രയും പേരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഈ ഇത്രയും പേര് ഇതിനകത്ത് നിൽക്കുമ്പോൾ 380, 400ഓളം പേർ നിൽക്കുന്ന സമയത്ത് ഈ 400 പേർക്കും വേണ്ടത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഡിവൈൻ സ്റ്റോറേജിലാണ്. അതിൽ 1-ാമത്തവൻ്റെ ആഗ്രഹമല്ല 300-ാമത്തവൻ്റെ ആവശ്യം. ഇതെല്ലാം ദൈവം സപ്ലൈ ചെയ്യുന്നത് ഒരു സ്റ്റോറേജിൽ നിന്നാണ്, ഒരു ബാസ്ക്കറ്റിൽ നിന്നാണ് ദൈവം ഇതെല്ലാം എടുത്ത് സപ്ലൈ ചെയ്യുന്നത്. ഇത് ദൈവം സപ്ലൈ ചെയ്യുന്നത് അവൻ്റെ മൺപാത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന ആത്മശക്തിക്ക് അനുസരിച്ചാണ്. ഇവൻ ഇത് റിസീവ് ചെയ്യേണ്ടത് സ്പിരിറ്റ് റിലത്തിൽ നിന്നാണ്. ക്ലിയർ? ഭൗതിക മണ്ഡലത്തിലേക്ക് എന്തൊന്ന് വന്നാലും അതിൻ്റെ അപ്രൂവൽ ആത്മമണ്ഡലത്തിൽ നിന്ന് ലഭിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇൻവിസിബിൾ വേൾഡിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് റിസീവ് ചെയ്യണമെങ്കിൽ, ഈ വിസിബിൾ വേൾഡിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് റിസീവ് ചെയ്യണമെങ്കിൽ ഇൻവിസിബിൾ റിലത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെ ഒരു വ്യക്തി അറിഞ്ഞെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പല ബ്ലോക്കുകളും വിസിബിൾ അല്ല, ഇൻവിസിബിൾ ആണ്. പല ബാറ്റിലും വിസിബിൾ അല്ല, ഇൻവിസിബിൾ ആണ്. പല ബാറ്റിൽസും ടാഞ്ചിബിൾ അല്ല, ഇൻടാഞ്ചിബിൾ ആണ്. നമുക്കറിയാൻ പോലും പറ്റത്തില്ല, നമുക്ക് തൊടാൻ പറ്റത്തില്ല. എനിക്ക് മൈക്കിനെ തൊടാം, ടാഞ്ചിബിൾ ആണ്. എന്നാൽ എനിക്ക് എൻ്റെ ശബ്ദത്തെ തൊടാനൊക്കത്തില്ല, അത് ഇൻടാഞ്ചിബിൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മൈക്കിനെ തൊടാം, പക്ഷേ എൻ്റെ ശബ്ദത്തെ വഹിച്ച് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്ന ഈ മൈക്കിനെ എനിക്ക് തൊടാം, പക്ഷേ എനിക്ക് എൻ്റെ ശബ്ദത്തെ തൊടാനോ സ്പർശിക്കാനോ പറ്റത്തില്ല, കാരണം അത് ഇൻടാഞ്ചിബിൾ ആണ്. ഇതുപോലെയാണ് സ്പിരിറ്റ് വേൾഡിൽ നിന്ന് ഒരു ആത്മീയന് നേരെ ഉണ്ടാകുന്ന ഏതൊരു തരത്തിലുള്ള അനുകൂലവും പ്രതികൂലവുമാകുന്ന റെസ്പോൺസുകൾ. ഒരു വ്യക്തിയുടെ ആത്മശക്തിയിൽ മാത്രമേ ഇതിനെയൊക്കെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഡിവൈൻ സ്റ്റോറേജിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് മുൻകൂട്ടി തയ്യാറാക്കിയതാണ്. ഞാൻ ഓരോ ദൈവമക്കളോടും പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഓൾറെഡി ചിലത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമല്ല, നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നതിന് മുന്നേ. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കും. കാരണം ബൈബിൾ പറയുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ഓടി വന്നാട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അപ്പൻ്റെ ഇഷ്ടത്തിന് ഇങ്ങോട്ട് വന്ന ആളല്ല, എൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് ഇങ്ങോട്ട് വന്ന ആളല്ല. ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒരുവനാണ്. നിങ്ങളിൽ ആരാണെങ്കിലും അങ്ങനെ തന്നെ. നിങ്ങളുടെ വീട്ടുകാർ പറയുമായിരിക്കും, നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പറയുമായിരിക്കും, ഒരു വേസ്റ്റ് ജന്മം എന്ന് പറഞ്ഞു കാണും.
വെറുതെയാണ് നിൻ്റെ ജന്മം എന്ന് പറഞ്ഞു കാണും, ജീവിതം എന്ന് പറഞ്ഞു കാണും, നീയൊക്കെ പാഴാണെന്നൊക്കെ പലരും പറഞ്ഞു കാണും. യേശുവിൻ്റെ നാമത്തിൽ ആ വാക്കൊക്കെ അങ്ങ് തകർത്ത് വിട്ടേച്ച് ഈ വാക്യത്തിന് ആമേൻ പറ. നിങ്ങളുടെയും എൻ്റെയും ജനനം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ലെങ്കിലും നിങ്ങളെ എന്നെ ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് ഈ നാൾ വരെ ജീവിപ്പിച്ച കർത്താവിന് ഇഷ്ടമാണെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ അവൻ്റെ കൈപ്പണിയാന്നാണ് പറയുന്നത്. ഒന്ന് മേത്ത് കൈവച്ച് പറഞ്ഞേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. ഈ കൈപ്പണിയുടെ മേൽ ഒരു മനുഷ്യൻ്റെയും കൈപ്പണി വന്ന് പതിക്കത്തില്ല. ഈ കൈപ്പണിമേൽ ഒരു ദുഷ്ടൻ്റെ ആലോചനയും വന്ന് പതിക്കത്തില്ല. ഞാൻ അവൻ്റെ കൈപ്പണിയായി. ഇനി എന്തിനാ നിങ്ങളെ കൈപ്പണിയായി സൃഷ്ടിച്ചത്? നോക്കിയേ, സൽപ്രവർത്തികൾക്കായിട്ട്. അർത്ഥം, നിങ്ങളിൽ ഒരു പ്രവൃത്തി ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു പ്രവർത്തിക്കുന്ന ആളായി മാറണം. കേട്ടോ, നിങ്ങളൊരു പ്രവർത്തിക്കുന്ന ആളായി മാറണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളായിക്കോളൂ, നല്ലത്. പക്ഷേ ചിലർക്ക് പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ, പ്രവർത്തികൾ ഇല്ല. എന്നാൽ കർത്താവിനെ സംബന്ധിച്ച് യേശു പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു. പൗലോസിനെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു. പ്രവർത്തിക്കുന്നവർ ആകുക. ഇനി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ള സമയമില്ല. അപ്പോൾ ഒറ്റ സൈൻ നിങ്ങൾക്ക് തരാം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യ അവളുടെ വീട്ടിൽ കടം കൊണ്ട് മുടിഞ്ഞ മക്കളെ കൂടെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭം വന്നപ്പോൾ അവൾ പ്രാർത്ഥിച്ചേച്ച് ഓടി ഏലീശയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഏലീശയോട് പ്രാർത്ഥിച്ചു എന്നല്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചേച്ച് ഏലീശയോട് ആലോചന ചോദിച്ചു. ആലോചനയ്ക്ക് ശേഷം ഏലീശ പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്റെ പ്രാർത്ഥന കഴിഞ്ഞു, ശരി, ഇനി നീ പോയി പ്രവർത്തിക്കൂ. കാര്യം പിടികിട്ടിയോ? ഞാൻ പ്രാർത്ഥിക്കേണ്ട എല്ലാം പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്ത് ഇനി വീട്ടിൽ വെറുതെ ഇരിക്കും, ദൈവം തമ്പുരാൻ എൻ്റെ വീട്ടിൽ എണ്ണ കൊണ്ട് നിറച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ വീട്ടിൽ പോയി ഇരിക്കത്തേ ഉള്ളൂ. എണ്ണയൊട്ട് നിറയാനും പോകണില്ല, നിൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. പക്ഷേ അവൾ എന്തോ ചെയ്തു? വിശ്വാസത്തോടെ വീട്ടിലുള്ള എണ്ണയെ മക്കളെ കൊണ്ട് കടം വാങ്ങിച്ച ഭരണിക്കകത്ത് പ്രാർത്ഥനയോടെ നിറയ്ക്കാൻ തുടങ്ങി. അവളുടെ കൈ കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി. അത് നിറഞ്ഞ് ഇനി എണ്ണ പകരാൻ പാത്രമില്ല അമ്മേ എന്നൊരു പദം ആ വീടിനകത്ത് ഡിക്ലെയർ ആയതും എണ്ണയുടെ ഒഴുക്ക് നിന്നു. പ്രാർത്ഥിച്ച സ്ത്രീ പ്രവർത്തിക്കാതിരുന്നെങ്കിൽ നിറവുകൾ ഉണ്ടാകത്തില്ല. സോ എഴുന്നേറ്റ് പ്രവർത്തിക്കണം. വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങളിൽ നിന്നുണ്ടാകണം. നിങ്ങളുടെ കൈകളിലൂടെ നിങ്ങൾ നന്മകൾ ചെയ്യണം. നിങ്ങളുടെ കൈകളിലൂടെ നിങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യണം. കാരണം എങ്കിലേ വർധനവും വളർച്ചയും ഉണ്ടാകുകയുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പം സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഡിവൈൻ സ്റ്റോറേജിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഡിവൈൻ സ്റ്റോറേജിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഗുഡ് വർക്കാണ്. ഗുഡ് വർക്ക്, നല്ല പ്രവർത്തികളെ ദൈവത്തിൻ്റെ ഡിവൈൻ സ്റ്റോറേജിനകത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ നല്ല പ്രവർത്തികളെ സൽപ്രവർത്തികൾക്കായിട്ടൊരു മനുഷ്യൻ എക്സസ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇന്നലെ നാം ചിന്തിച്ചതുപോലെ അവനൊരു ലീഗലി ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കണം. ഒരു ഡിവൈൻ അതോറിറ്റിയും ഒരു ഡിവൈൻ ഓതന്റിസിറ്റിയും അവൻ്റെ മേൽ ഉണ്ടാകണം. അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അത് അഭിഷേകമായി ഒരു മനുഷ്യൻ്റെ മേൽ ദൈവം പകരുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളും അഭിഷിക്തരാണ്. അതിന് നിങ്ങൾ മൈക്കെടുത്ത് പ്രസംഗിക്കണമെന്നില്ല, നിങ്ങളൊരു പാസ്റ്റർ ആകണമെന്നില്ല, ഒന്നുമില്ല. നിങ്ങൾ ഓരോരുത്തരും അനോയിൻറ്റഡ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അഭിഷേകമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ലീഗൽ ഓതറൈസേഷൻ ഉണ്ടാകത്തുള്ളൂ. ലീഗൽ ഓതറൈസേഷൻ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഡിവൈൻ ആക്സസ് ഉണ്ടാകത്തുള്ളൂ. ഡിവൈൻ ആക്സസ് ലഭിച്ചാൽ മാത്രമേ ഡിവൈൻ സ്റ്റോറേജിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഡിവൈൻ സ്റ്റോറേജ് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയെങ്കിൽ മാത്രമേ അതിനകത്തുള്ള റിസൾട്ടുകളെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ദൈവത്തിൻ്റെ സ്റ്റോറേജിൽ നമ്മുടെ ഭാവിയുടെ പ്രൊവിഷനാണ് ദൈവം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഭാവിയുടെ പ്രൊവിഷൻ ഇരിക്കുന്നത് ഈ സ്റ്റോറേജിനകത്താണ്, ഈ ബോക്സിനകത്താണ്, ഈ ഗുഡ് ട്രഷറിലാണ്.
നിങ്ങളുടെ ഭാവിയുടെ പ്രൊവിഷൻ ഇരിക്കുന്നത്, നിങ്ങൾ ജോലിയില്ലാത്ത ആളായിരിക്കാം, സാലറി കിട്ടാത്ത ആളായിരിക്കാം, കിട്ടുന്ന സാലറി ഒന്നിനും തികയാത്ത ആളായിരിക്കാം, ഒത്തിരി ബാധ്യതകളുള്ള ആളായിരിക്കാം, വലിയൊരു കടക്കെണിയുടെ നടുവിൽ നിൽക്കുന്ന ആളായിരിക്കാം, ഒരു സ്പിരിച്വൽ മൂവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു 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 മിനിസ്ട്രി ഡയറക്ഷൻ അറിയാതെ നിങ്ങളിപ്പോൾ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരായിരിക്കാം, ലീഗൽ ഇഷ്യൂസ് നിങ്ങൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം, ഒരു ഡിവൈൻ എൻകൗണ്ടറിന് വേണ്ടി, ഒരു ഗോഡ്ലി വോയിസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി. ഇതെല്ലാം നിങ്ങളുടെ ഭാവിയുടെ പ്രൊവിഷൻ ദൈവം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ ഡിവൈൻ സ്റ്റോറേജിലാണ്. ഇത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദൈവരാജ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. കാരണം അത് ഒരുക്കാൻ പോകുന്ന കാര്യമല്ല. ബൈബിൾ പറയുന്നത് മുന്നൊരുക്കിയിരിക്കുന്നു. ഒരുക്കാൻ പോകുന്ന കാര്യമല്ല, അത് മുന്നൊരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ആവശ്യമുള്ള സൗഖ്യം, അവൻ എന്നോട് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, എങ്കിൽ ഞാൻ അതിനുള്ള പണി ചെയ്യട്ടെ. നോ, നിങ്ങൾക്ക് ആവശ്യമുള്ള സൗഖ്യം ഡിവൈൻ സ്റ്റോറേജിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിത്ത് വേർഡ് നിങ്ങളത് ക്ലെയിം ചെയ്യുന്നതും സ്റ്റോറേജ് ബോക്സ് ഓപ്പൺ ആകുന്നു, നിന്നിലേക്ക് വന്നത് പതിക്കുന്നു. ഗൂഗിളിന്റെ സിസ്റ്റത്തിൽ അങ്ങെവിടെയോ ഏതോ കടലിന്റെ അടിയിൽ അതിന്റെ ഡാറ്റാ സെന്ററിൽ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ദശലക്ഷ കോടാനു കണക്കിന് ഡാറ്റാസിനകത്ത് നിന്നാണ് നിങ്ങൾ പാസ്റ്റർ ദീപു കൃഷ്ണ എന്ന് അടിച്ച ഉടൻ യൂട്യൂബിലൂടെ എൻ്റെ ചാനൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ലിങ്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിയത്. ഗൂഗിളിൻ്റെ ഡാറ്റാ സെൻറ്ററിനകത്ത് ദീപു കൃഷ്ണയുടെ റെക്കോർഡ്സ് മാത്രമല്ല ഉള്ളത്. കോടിക്കണക്കിന് ഡാറ്റാസ് സ്വരൂപിച്ചിരിക്കുന്ന ഏതോ കടലിൻ്റെ അടിയിലിരിക്കുന്ന ആ ഒരു സംഭവത്തിനകത്ത് നിന്നാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഡാറ്റാ സെൻറ്ററിൽ നിന്നാണ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത ഉടൻ അത് നിങ്ങളിലേക്ക്, നിങ്ങളുടെ ഫോണിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്. സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ വേഗതയിലൂടെ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയതുപോലെ ദൈവത്തിന്റെ സ്റ്റോറേജ് ബോക്സിനകത്ത്, ഡിവൈൻ സ്റ്റോറേജിനകത്ത് കർത്താവ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ സൗഖ്യങ്ങൾ, നിങ്ങളുടെ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ വാഗ്ദത്തങ്ങളെല്ലാം നിങ്ങൾ ആത്മാവിൻ്റെ ശക്തി അനുസരിച്ച് ചോദിക്കുന്നതും വചനത്തിൻ്റെ ബേസിൽ നിങ്ങൾ ചോദിക്കുന്നതും ഉടനെ ആ സ്റ്റോറേജ് ബോക്സ് ഓപ്പൺ ആയി നിങ്ങളിലേക്ക് വന്നെത്തുകയാണ്. ഇതാണ് ഡിവൈൻ സിസ്റ്റം. ഓ ഹല്ലേലൂയ, ഡിവൈൻ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്റ്റോറേജിൽ നമ്മുടെ ഭാവിയുടെ പ്രൊവിഷനാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആ സ്റ്റോറേജ് ബോക്സിനെ കുറിച്ച് ഇനി പറയാൻ പോകുന്നു. ആ സഭാപ്രസംഗി 3:11 വരുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും, അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ മുമ്പിൽ ഡിവൈൻ സ്റ്റോറേജ് ബോക്സ് ഓപ്പൺ ആകുന്നത് തക്ക സമയത്താണ്. ഞാൻ നിങ്ങളോട് മുമ്പൊരിക്കൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു അനുഭവം ഞാൻ നിങ്ങളോട് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നത് ഒരു വിരക്തിയായിരിക്കും, അത് ശുഭമാകുകയില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാനൊരു കാർ എടുക്കാൻ വേണ്ടി ദൈവത്തോട് മത്സരിച്ച് ദൈവവചനത്തെ ലംഘിച്ച് എൻ്റെ അഹങ്കാരവും വാശിയും, അത് രണ്ടുമാണ് അന്ന് അവിടെ നിഴലിച്ച് നിന്നത്. അഹങ്കാരവും വാശിയും. കാരണം എൻ്റെ സമപ്രായക്കാർക്ക് എല്ലാവർക്കും ഒരു വാഹനമുണ്ട്. ഞാൻ ഈ പിള്ളേരെയും ഈ വൈഫിനെയൊക്കെ കൊണ്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും മഴ നനഞ്ഞ് പോകണം, മഴയാണെങ്കിൽ മഴ നനഞ്ഞ് പോകണം, അല്ലെങ്കിൽ കുട ചൂടി മഴ നനഞ്ഞ് ബസ് കയറി പോകണം. ഞങ്ങൾക്ക് മാത്രം എന്താ ആയിക്കൂടെ എന്നൊക്കെ ഉള്ളൊരു ഞാൻ അന്ന് ശുശ്രൂഷയിലൊന്നും വന്നിട്ടില്ല, അന്ന് വിശ്വാസത്തിൽ ഇത്ര സ്ട്രോങ്ങും അല്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വാശി കാണിച്ച് അഹങ്കാരം കാണിച്ച് വളരെ ദൈവത്തോട് വെല്ലുവിളിച്ച് ചലഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ആ കാർ എടുക്കാനായി പോകുന്നത്. ചെന്ന് ആ കാറിൻ്റെ അഡ്വാൻസ് കൊടുത്ത പൈസ സഹിതം എന്നിലേക്ക് തിരിച്ചു വന്നത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. അല്ലെങ്കിൽ ഇന്ന് ആ കാറ് ഒരു സംശയവും വേണ്ട, അത് CC-കാരന്മാർ പൊക്കിക്കൊണ്ടുപോയേനെ.
കാരണം ആദ്യ അടവടയ്ക്കാൻ പോലും ബുദ്ധിമുട്ടിപ്പോയേനെ. അപ്പം വിശ്വാസത്തോടെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെയാണ് എല്ലാം ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസത്തിനൊരു അടിസ്ഥാനം വേണം. വിശ്വാസത്തോടെ ഞാൻ എന്തും ചെയ്യും, വിശ്വാസത്തോടെ ഞാൻ എന്ത് കൂടിയ സാധനം എടുക്കും, നല്ലതാണ്. പക്ഷേ അതിന് അടിസ്ഥാനം വേണം. ബൈബിൾ അടിസ്ഥാനത്തിൽ വേണം ഒരു വിശ്വാസം കെട്ടിപ്പടുക്കാൻ. ചുമ്മാ നമ്മളൊരു ബൂമറാങ് പോലെ ആകാശത്ത് ഇങ്ങനെ പറത്തി നടക്കുന്ന ഒരു വിശ്വാസമല്ല, അത് ഒരിടവും ചെന്നെത്തത്തില്ല. ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ബേസിൽ നിന്ന് വേണം ഏത് കാര്യവും നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിലും അത് വിശ്വാസമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്കൊരു ഉറപ്പ് വേണം. സ്പിരിറ്റ് നമുക്കൊരു ഉറപ്പ് തരണം. എന്നിലുണ്ടായിരുന്ന ഉറപ്പല്ല, എന്നിലുള്ളത് അഹങ്കാരമായിരുന്നു, എന്നിലുള്ളത് വാശിയായിരുന്നു. എനിക്കും വേണം എന്നുള്ളൊരു വാശി. പക്ഷേ എൻ്റെ സമയമല്ലായിരുന്നു അത്. അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു സുഹൃത്ത് ആളൊരു ദൈവദാസനാണ്. അദ്ദേഹത്തിന് വാഗ്ദത്വം ഉണ്ടായിരുന്നു, നിന്നെ ദൈവ രാജ്യങ്ങളിൽ ഉപയോഗിക്കും. അപ്പോൾ ഈ വാക്ക് അദ്ദേഹം എടുത്തു എങ്കിലും മാനുഷികമായി ഇതിനു വേണ്ടി വർക്ക് ചെയ്തു. മാനുഷികമായി അവരെ വിളിക്കുന്നു, ഇവരെ വിളിക്കുന്നു, എനിക്ക് ഒരു ചാൻസ്, എന്നെ അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുപോകാവോ, എന്നെ അതിനെ സഹായിക്കാവോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയി ചാൻസ് ചോദിക്കലും ബഹളവും ഒക്കെ തന്നെ. അന്നേരം അത് കൂടെ നിന്നൊരു വ്യക്തി എല്ലാ കാര്യവും എന്നോട് ഷെയർ ചെയ്യും. അപ്പോഴും എനിക്കൊരു സ്വാതന്ത്ര്യക്കുറവുണ്ട്. കാരണം എന്നേക്കാൾ കുറച്ചുകൂടെ സീനിയറാണ്, കുറച്ചധികം സീനിയറാണ്. അപ്പം ഞാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു ജൂനിയറായിട്ടുള്ള എനിക്കുള്ള ഒരു അസൂയയായിരിക്കുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചാൽ അത് എനിക്ക് ഷെയിമാണ്. അറിയാതെ പോലും എന്നെ ആരും അങ്ങനെ ചിന്തിക്കരുതെന്ന് എനിക്കൊരു മാനുഷികമായ ഒരു ആഗ്രഹമുണ്ട്. ഇയാൾക്ക് അസൂയയാണ്, ചിന്തിക്കരുത്. എനിക്ക് എല്ലാവരും വളർത്തുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഇനി എങ്ങാനും അവന് കിട്ടാതെ എനിക്ക് അവസരം കിട്ടുന്നതിൻ്റെ അസൂയയായിരിക്കും ഇനി ഇവനിങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുമോ എന്നുള്ള ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല. എങ്കിലും ചില ആശയങ്ങളൊക്കെ ഞാൻ കൈമാറി. കാരണം എല്ലാത്തിനും തടസ്സം. അന്നേരം പറയുന്നു, കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്താൽ കൊണ്ടുപോകാം എന്ന് പറയുന്നു. പിന്നെ ആ പൈസ കടം മേടിക്കേണ്ടി വരുന്നു. ആ പൈസ കടം മേടിച്ച് പറഞ്ഞ സമയത്ത് വിസ കിട്ടുന്നില്ല, വിസയ്ക്ക് പിന്നെ കാലതാമസം ഉണ്ടാകുന്നു. നോക്കൂ, ദൈവം ഒരു കാര്യം നമ്മുടെ മുമ്പിൽ ചെയ്യുമ്പോൾ അതിന് എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് ഇങ്ങനെ അപ്രൂവായി വരും. തടസ്സം നേരിട്ടാലും ഇഫേർട്ട്ലെസ് ആയിട്ട് നമുക്കതിനെ നമ്മുടെ കൈകളിലേക്ക് അത് വന്നു ചേരും. പോരാട്ടങ്ങളുണ്ടാകും. ഒരു ദൈവിക വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ തീർച്ചയായിട്ടും തടസ്സങ്ങളുണ്ടാകും. പക്ഷേ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ യാത്ര എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് മൊത്തത്തിൽ അത് ഒരു സുഖകരമല്ല. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു സുഖകരം, ശുഭം എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് എന്തോ ഇങ്ങനെ കയറാൻ മേലാതെ വലിഞ്ഞ് കഷ്ടപ്പെട്ട് വിയർത്ത് കയറി മേളിച്ചെന്നിങ്ങനെ അയ്യോ പറഞ്ഞിരിക്കുന്നൊരവസ്ഥയിലുള്ളൊരു യാത്ര, ഒരു വല്ലാത്ത യാത്ര. ശരി, സന്തോഷത്തോടെ പറഞ്ഞു വിട്ടു. അവിടെ ചെന്നു പറഞ്ഞതൊന്നും അല്ല നടക്കുന്നത്. അവിടെ ചെന്നു അവസാനം മീറ്റിംഗ് ഇല്ല. അന്നേരം അവിടെ എവിടെയോ ഒരിടത്ത് വളരെ ചെറിയൊരു റെൻറ്റിന് കിട്ടുന്നൊരു സ്ഥലത്ത് പോയി റൂം എടുത്തു. അവിടെ പോയിട്ട് അവിടെ ഇതുപോലെ അവസരങ്ങൾ നോക്കി വന്ന കുറേ ദൈവദാസന്മാരുടെ അടുത്തൊക്കെ ചെന്ന് അവർക്കും അവിടെ അവസരമില്ല, ഇദ്ദേഹത്തിനും അവസരം കിട്ടുന്നില്ല. അവിടെ മൊത്തത്തിലൊരു ക്ഷാമത്തിൻ്റെ അനുഭവം. അന്നേരം ഒരു 2 മാസം 3 മാസത്തേക്കാണ് പോയത്. പക്ഷെ ഒരു 1.5 മാസമൊക്കെ ആകുമ്പോൾ തന്നെ വല്ല വിധേനയും വണ്ടിക്കാശ് അവിടെയുള്ള എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കയറി വരേണ്ട ഒരവസ്ഥ വന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, വണ്ടിക്കാശ് അവിടുന്ന് എല്ലാവരും, വണ്ടിക്കാശ് മീൻസ് ആ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് അവിടെയുള്ള കുറേ പേരെല്ലാവരും കൂടെ ചേർന്നൊക്കെ അതേ പറഞ്ഞ് എനിക്കിവിടുന്ന് എൻ്റെ നാട്ടിലേക്കൊന്ന് എത്തിയാൽ മതി. വേണ്ടായേ, ദൈവഹിതമല്ല, ദൈവസമയമല്ല. ബൈബിൾ പറയുന്നു അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. ചിലർക്ക് ദൈവശബ്ദം കേൾക്കുമ്പോൾ അതിന് ഒരു ഡിവൈൻ കൺഫർമേഷൻ എടുക്കാതെ അവർ മാനുവലി ചിലത് ചെയ്യുന്നു. നമ്മുടെ മാനുവൽ സിസ്റ്റം അല്ല ദൈവത്തിൻ്റെ സിസ്റ്റം. ദൈവത്തിൻ്റെ സിസ്റ്റം സ്പിരിച്വൽ സിസ്റ്റമാണ്. അപ്പം മാനുവലി എന്തൊക്കെയോ ചിലതാകാൻ ആരോടൊക്കെയുള്ളൊരു വാശി, ആരോടൊക്കെയുള്ളൊരു റിവഞ്ച്,
എന്നുള്ള നിലയിൽ നമ്മൾ ചിലതൊക്കെ ആകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് വലിയ പരാജയമായിരിക്കും. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. നമുക്ക് ദൈവത്തോട് ഏറ്റവും കൂടുതൽ പിണക്കമുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, എൻ്റെ കാര്യമൊന്നും സമയത്തിന് നടക്കുന്നില്ല. എന്നാൽ ബൈബിളിൽ വ്യക്തമായി പറയുന്നു, അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. നമ്മൾ ചെയ്താൽ ചെയ്യും, പക്ഷെ ഒക്കുകയില്ല. പക്ഷെ ദൈവം ചെയ്താൽ ഭംഗിയായി ചെയ്യും. നിങ്ങളൊരു വിവാഹ തടസ്സം നേരിടുന്നൊരു വ്യക്തിയായിരിക്കാം, നിങ്ങളൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളൊരു വീട് പണി പൂർത്തീകരിക്കാൻ പറ്റാതെ സ്തംഭിച്ച് നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കും, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റിയില്ല എന്നൊരു നിരാശ ഭരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ സുഹൃത്തെ കേൾക്കൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ഡിവൈൻ സ്റ്റോറേജ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിലേക്കൊരു ലീഗൽ ആക്സസ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സമയത്താണ്. അത് നമ്മുടെ മീതെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടുന്ന എല്ലാ പ്രൊവിഷൻസും ദൈവം അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും റിലീസാകുന്ന ഒന്നാണ്. അപ്പോൾ ആർക്കാണത് റിലീസാകുന്നത്? അത് ശരിയായ ആളുകൾക്ക്. ആരാണ് ഈ ശരിയായ ആൾക്കാർ? ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യപ്രകാരമുള്ളവർക്ക്. അപ്പം ശരിയായ ആളുകൾക്ക് ശരിയായ സമയത്ത് ശരിയായ അളവിൽ അത് തുറക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം ഈ സഭാപ്രസംഗിയുടെ പുസ്തകം 3:11 പറയുമ്പോൾ, ഈ ഡിവൈൻ സ്റ്റോറേജ് എവിടെ ഇരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. ഈ ഡിവൈൻ സ്റ്റോറേജ് മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല. അത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:3 നാം പോയി കഴിഞ്ഞാൽ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:3 പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇത് ക്രിസ്തുവിൽ മാത്രം സുരക്ഷിതമായിരിക്കുന്ന ഒന്നാണ്. ആശയം വ്യക്തമാക്കി തരാം. എനിക്ക് ഈ ഭൂമിയിൽ എന്തൊരു അനുഗ്രഹം ഉണ്ടെങ്കിലും അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം മനുഷ്യൻ ഈ ഭൂമിയിൽ വേണ്ടുന്നതെല്ലാം റിസ്റ്റോർ ചെയ്യപ്പെട്ടതാണ്. ഒരിക്കൽ ഇതെല്ലാം പോയതാ, ഇതെല്ലാം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടതാ. തേജസ് ഉൾപ്പെടെ മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു. എങ്ങനെ? പാപം ചെയ്തതിലൂടെ. എനിക്ക് ദൈവവുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും നഷ്ടപ്പെട്ടിരുന്നതാണ്. എങ്ങനെ? പാപം ചെയ്തതിലൂടെ. ഇതിനെ എനിക്ക് റിസ്റ്റോർ ചെയ്ത് കിട്ടിയത് യേശുക്രിസ്തുവിലൂടെയാണ്. അപ്പൊ ക്രിസ്തു യേശുവിലൂടെ മാത്രമേ എനിക്കൊരു ഭൗതിക അനുഗ്രഹവുമുള്ളൂ, എനിക്കൊരു സാമ്പത്തിക അനുഗ്രഹവുമുള്ളൂ, എനിക്കൊരു ആത്മീയ അനുഗ്രഹവുമുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ നാമമില്ലാതെ നമുക്കൊന്നും ഈ ജീവിതത്തിൽ നേടാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും ഈ നാമത്തിൻ്റെ മുൻപിൽ മടങ്ങും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം, നിങ്ങൾക്ക് ആ വാക്യം ഞാനിപ്പോൾ പറഞ്ഞതിനകത്ത് സംശയമുണ്ടെങ്കിൽ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പോസ്തലനാകുന്ന പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും ദൈവം മാറ്റി തരും. അല്ല, അങ്ങനല്ല. വാക്യത്തിലേക്ക് സൂക്ഷിച്ചു നോക്ക്. ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പോൾ ഈ ഭൂമിയിൽ ഏതൊന്നിൻ്റെയും പൂർണ്ണത നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ പിരിഞ്ഞിട്ടുള്ളൊരു പണി നടക്കത്തില്ല. അവിടെയാണ് സൺഷിപ്പിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്, പുത്രത്വത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. മകനായിരുന്നാലേ നടക്കുള്ളൂ, അഭയാർത്ഥിയായിരുന്നാൽ നടക്കത്തില്ല. മകനായിരുന്നാലേ നടക്കുള്ളൂ, അഭയാർത്ഥിയായിരുന്നാൽ നടക്കത്തില്ല. പുത്രത്വം ഉണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, എനിക്ക് എല്ലാ പിള്ളേരെയും എനിക്കിഷ്ടമാണ്. എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള പിള്ളേരെ ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ മക്കളെ ഇഷ്ടമാണ്, എനിക്ക് ആ അക്കരെയുള്ള എനിക്കെല്ലാ പിള്ളേരെയും എനിക്ക് എല്ലാ കൊച്ചുമക്കളെ ഇഷ്ടമാണ്. എനിക്ക് 3 മക്കളുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു അപ്പൻ്റെ തോളത്ത് ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി ഇരിക്കുന്ന കണ്ടാൽ ഞാൻ ചെന്ന് കുരു ആക്കും. എനിക്ക് പിള്ളേരെ കാണുമ്പോൾ എനിക്കൊരു ഇളക്കമാണ്. ഞാൻ പിടിച്ച് ഞെക്കുമൊക്കെ ചെയ്യും. വേദനിക്കത്തില്ല, എൻ്റെ ഒരു സന്തോഷം. ആ കൊച്ചു കരയത്തുമില്ല.
അപ്പം ഞാൻ ഇങ്ങനെ ആക്കും. എനിക്ക് എല്ലാ പിള്ളേരെയും എനിക്കിഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമായിരിക്കും, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, എൻ്റെ മക്കൾക്ക് എന്നോടുള്ള ഒരു എക്സസ് ആ പിള്ളേർക്ക് എന്നോട് കാണത്തില്ല, കിട്ടത്തില്ല. കാരണം ഞാൻ അതിനുള്ള ഒരു എക്സസ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതാണ് കാര്യം. അതിനുള്ളൊരു എക്സസ് പോയിന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഫുൾ എക്സസ് എൻ്റെ മക്കൾക്കേ ഉള്ളൂ, എൻ്റെ രക്തത്തിലുണ്ടായ എൻ്റെ മക്കൾക്കേ ഉള്ളൂ. അതാണ് ആ വ്യത്യാസം. ഇവരെയും ഞാൻ മക്കളെന്നാണ് വിളിക്കുന്നത്. ഞാൻ ഏത് പിള്ളേരെയും മക്കളെന്നാണ് വിളിക്കുന്നത്. ഞാൻ മോളെന്ന് വിളിച്ചേ സംസാരിക്കത്തുള്ളൂ. പരമാവധി എൻ്റെ വയസ്സിന് താഴോട്ടുള്ള, വളരെ എൻ്റെ ഒരു സഹോദരി പ്രായത്തിലൊക്കെ ഉള്ളവർക്ക്, എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യമുള്ളവരെ, നാട്ടിൽ ഉള്ള പെൺപിള്ളേരെയൊക്കെ കയറി മോളെന്ന് വിളിച്ചാൽ ശരിയാവത്തില്ല. അപ്പം അങ്ങനെ എനിക്ക് സ്വാതന്ത്ര്യമുള്ള, എന്നെ അറിയാവുന്ന, എനിക്കറിയാവുന്നവരെയൊക്കെ ഞാൻ മോളെന്ന് വിളിച്ചേ സംസാരിക്കത്തുള്ളൂ. എൻ്റെ വൈഫിൻ്റെ ആൻറ്റിയുടെ ഒക്കെ മക്കളെ ഞാൻ ഇവരുടെ പേരല്ല ഞാൻ വിളിക്കുന്നത്, എടി എന്നല്ല വിളിക്കുന്നത്. ഞാൻ പരമാവധി എടി പോടി വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ മോളെന്നേ വിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എടോ എന്ന് വിളിക്കും. അത് ഓരോ ബന്ധങ്ങൾക്കനുസരിച്ചാണ്. പക്ഷെ ഒരു കാര്യം, അവർക്കാർക്കും എൻ്റെ വൈഫിന് എന്നോടുള്ളൊരു എക്സസ് പോലെയല്ല. കാരണം അതിനുള്ളൊരു പ്രൊവിഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ മക്കൾ, ഞാൻ എല്ലാവരെയും മക്കളെ, മോനെ, എടാ മക്കളെ എന്ന് വിളിക്കുമായിരിക്കാം. പക്ഷേ എൻ്റെ മക്കൾക്കുള്ളൊരു എക്സസ് പോയിന്റ് ഞാൻ ആ മക്കൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പുത്രത്വത്തിൻ്റെ പ്രത്യേകത അതാണ്. രക്തത്തിലുള്ള ബന്ധമാണത്. ഇത് രക്തബന്ധമാണ്. അപ്പം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിലുള്ളത് ഒരു രക്തബന്ധമാണ്. നിങ്ങൾക്ക് രക്തബന്ധത്തിലൂടെയും രക്ത ഉടമ്പടിയിലൂടെയുമാണ് ഒരു വ്യക്തിക്ക് ഡിവൈൻ എക്സസിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ആ ഉടമ്പടി മാത്രമേ ചെകുത്താൻ പേടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മുമ്പേ ഇനി ആര് രക്ത ഉടമ്പടി ഇല്ലാതെ ഓവർടേക്ക് ചെയ്താലും പകുതി എത്തുമ്പോൾ ഷൂട്ട് ചെയ്തിടും താഴെ ചെകുത്താന്മാർ. മനസ്സിലായി? ചിലർ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മത്സരമാണ്. ആത്മീയ ജീവിതത്തിനൊരു കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വേഗതയുണ്ട്, വളർച്ചയ്ക്ക് വേഗതയുണ്ട്, വളർച്ചയ്ക്കൊരു തയ്യാറാക്കി വെച്ചേക്കുന്ന ഒരു വേഗതയുണ്ട്, ഒരു ഡിവൈൻ സിസ്റ്റമുണ്ട്. ഒരു വളർച്ച പൊടുന്നനവേ വളർന്ന് കയറത്തില്ല, മഴയത്ത് കുമിള് മുളയ്ക്കുന്ന പോലെ ഇരിക്കുമെന്ന. ദൈവം എല്ലാം വളരെ ഗ്രാജുവലി. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? സമയമെടുത്ത് വളരുന്ന കാട്ടിലത്തെ വൃക്ഷത്തിന് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെക്കുന്ന ബുഷ് ചെടിയുടെ വെയിറ്റ് കനമായിരിക്കത്തില്ല. സമയമെടുത്ത് കാട്ടിൽ വെയിലത്തും മഴയത്തും നിന്ന് വളർന്ന് തഴച്ച് നല്ല ആനക്കുട്ടനെ പോലെ നിൽക്കുന്ന തടിക്ക്, കാട്ടിലെ തടിക്ക് നാട്ടിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്ന 2 വർഷം കൊണ്ടും 1 വർഷം കൊണ്ടും കായ്ക്കുന്ന തെങ്ങിൻ്റെയോ മാവിൻ്റെയോ തടിയുടെ കാതലും തടിയുടെ ക്വാളിറ്റി ആയിരിക്കത്തില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ, സമയമെടുത്ത് വളരുന്നതിന് അതിൻ്റേതായിട്ടുള്ള കാതലുണ്ടാകും. സമയമെടുത്ത് നീ എടുക്കുന്ന ചില കാര്യങ്ങൾ, സമയമെടുത്ത് നിങ്ങൾക്ക് വരുന്ന ചില ബ്ലെസ്സിങ്സ്, അത് ഡിവൈൻ ടൈമാണെന്ന് നിങ്ങൾ അറിയണം. അത് ദൈവിക സമയമാണ്. ദൈവം വെച്ചേക്കുന്ന സമയത്തെ മറികടക്കാൻ ആർക്കും പറ്റത്തില്ല. ദൈവത്തിൻ്റെ സമയത്തിന് മുൻപേ കയറാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. ദൈവത്തിൻ്റെ സമയത്തിന് മുൻപേ ഒന്നും നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വ്യഗ്രത കൂട്ടരുത്. ദൈവം എല്ലാം തക്ക സമയത്ത് ചെയ്യുന്നവനാണ്. ക്രിസ്തു യേശുവിൽ പൂർണ്ണതയോടെ ചെയ്തു തരുന്ന ദൈവമാണ്, ഭംഗിയോടെ ചെയ്യുന്ന ദൈവമാണെന്നാണ് സോളമൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ദൈവം തൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇന്ന് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന, നിരാശയിൽ നിൽക്കുന്ന, ഇല്ലായ്മയിൽ നിൽക്കുന്ന, കടബാധ്യതയിൽ നിൽക്കുന്ന ചിലരുടെയൊക്കെ മുമ്പിൽ പോയി നിൽക്കാൻ തന്നെ വളരെയേറെ വേദനയും ജാള്യതയോടെയും കൂടെ നിൽക്കുന്ന ചില ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ ഒരു ഡിവൈൻ പ്രൊവിഷൻ തുറക്കാൻ പോകുകയാണ്. നിങ്ങളുടെ മേൽ ഒരു ഹെവൻലി ആക്സസ് ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിവൈൻ സ്റ്റോറേജ് പോർട്ടൽ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ്. നിനക്ക് ഇന്ന് വരെ എത്തിപ്പിടിക്കാൻ കഴിയാത്തത്, എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ പോർട്ടലിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു ലീഗൽ ഓതറൈസ്ഡ് പേഴ്സണായി കർത്താവ് അംഗീകരിക്കാൻ പോകുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ,
അപ്പോൾ പ്രൊവിഷൻ സ്റ്റോറേജിൽ നിന്നാണ് നമുക്ക് വരുന്നത്. ആ സ്റ്റോറേജ് എന്ന് പറയുന്നത് അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ മൺപാത്രത്തിനകത്താണ് പിതാവാം ദൈവം തന്നിട്ടുള്ളത്. അത് നമ്മിൽ ഉണ്ടെങ്കിൽ, അത് നമ്മൾ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ നേരത്തെ നിർത്താൻ പോവുകയാണ്. ഒരു വാക്യം കൂടെ വായിക്കാൻ പോവുകയാണ്. യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിലേക്ക് വന്നാട്ടെ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ എവിടെ വരെ എത്തി? ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഡിവൈൻ സ്റ്റോറേജിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. നമ്മളിനി ഡിവൈൻ സ്റ്റോറേജ് നമ്മുടെ മുമ്പിൽ തുറക്കാൻ ദൈവത്തോട് അപേക്ഷിക്കാൻ പോവുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഡിവൈൻ എനിക്ക് തുറക്കണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. അത് കേവലം ഭൗതിക ആവശ്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറമായി എനിക്കൊരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ഉള്ളിൽ. നിങ്ങളോട് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങൾ, എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ട്. അതൊക്കെ എനിക്ക് സാധ്യമാകണമെങ്കിൽ ആ ഡിവൈൻ സ്റ്റോറേജ് എൻ്റെ മുമ്പിൽ തുറക്കണം. ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് തുറക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കും. യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 33-ാമത്തെ അധ്യായം. യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിക്കട്ടെ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഡിവൈൻ സ്റ്റോറേജിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കാർക്കും പൂർണ്ണതയോടെ അറിയത്തില്ല. അതിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്, ഒരുപാട് റെവലേഷൻസ് ഉണ്ട്. ദൈവവചനത്തെക്കുറിച്ചുള്ള റെവലേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ അതിനകത്തുണ്ട്. ദൈവം നിങ്ങളോട് ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. പക്ഷേ അവിടെ പറയുന്നൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നീ എന്നോട് ചോദിക്കുക, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഞാൻ നിന്നെ അറിയിക്കും. നീ ഞാനുമായി ആശയവിനിമയം നടത്തിയാൽ ഞാൻ രഹസ്യമായി വെച്ചേക്കത്തില്ല, നിന്നോട് ഞാൻ അറിയിക്കും. ദൈവത്തിന് ചങ്ങാതിമാർ കുറവായിരുന്നു, ദൈവത്തിന് മിത്രങ്ങൾ കുറവായിരുന്നു. ദൈവത്തിൻ്റെ ഉറ്റ സ്നേഹിതൻ എന്ന് പറയുന്നത് അബ്രഹാമായിരുന്നു. അബ്രഹാമിനെ പോലെ ദൈവത്തിന് വേറൊരു അബ്രഹാം ഇല്ലായിരുന്നു. അബ്രഹാമിനെ പോലെ ദൈവത്തിന് വേറൊരു അബ്രഹാം ഇല്ലായിരുന്നു. ഈ ഉറ്റ ചങ്ങാതിയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ചെയ്യാൻ പോകുന്നതിന് മുന്നേ ചെയ്യാൻ പോകുന്ന കാര്യം സുഹൃത്തുമായിട്ട് കൂടി ആലോചിക്കും. ദൈവം അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ് അബ്രഹാം. ഏത് ലെവലാണ് നിങ്ങളൊന്ന് ഓർത്ത്? അബ്രഹാം ഒരു കാര്യം ചെയ്യുമ്പോൾ, ദാവീദ് യുദ്ധത്തിന് പോകുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു. ഞാൻ പോട്ടെ, ഞാൻ ഈ സൈന്യത്തെ ഞാൻ പിന്തുടരണോ വേണോ? നീ ആലോചന താ. ഞാനും അങ്ങനെ ദൈവത്തോട് ചോദിക്കും, ഞാൻ ചെയ്യണോ വേണോ? ഞാൻ ഈ മീറ്റിങ്ങിന് പോകണോ? ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ചോദിക്കും. പക്ഷെ ദൈവം എന്നോട് ചോദിക്കുക എന്ന് പറയുന്ന റേഞ്ച് അത് വേറെയല്ലേ, ആ ലെവല് വേറെയല്ലേ. അബ്രഹാമിനോട് എങ്ങോട്ട് പറയാം? അബ്രഹാമേ, ശരിയല്ല, ആ പട്ടണം ശരിയല്ല, സോദോം ഗൊമോറ ശരിയല്ല. അബ്രഹാമേ, എൻ്റെ ക്ഷമയെ ഈ ജനം പരീക്ഷിക്കുകയാണ്. ആണാണോടും പെണ്ണോടും അവലക്ഷണമായത് പ്രവർത്തിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എന്ന് നിനക്കറിയരുതോ? ഇനി ആ പട്ടണം, ആ ജനത്തിൻ്റെ പാപം എൻ്റെ കൺമുമ്പിലെത്തിയിരിക്കുന്നു, ഞാൻ ആ പട്ടണം നശിപ്പിക്കാൻ പോവാം. പക്ഷെ അബ്രഹാമിൻ്റെ ഒരൊറ്റ ഇടപെടൽ കാരണമാണ് ആ ലോത്തിൻ്റെ ഭാര്യയും അവിടുന്ന് രക്ഷപ്പെട്ടത്. ലോത്തിൻ്റെ ഭാര്യ പിന്നെ നമ്മുടെ ഈ കൂട്ടത്തിലില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എപ്പോഴും വന്ന വഴിക്ക് തിരിഞ്ഞു നോക്കുന്ന സാധനമാണ്. ഈ വിട്ടേച്ച് വന്നത് പിന്നെയും തിരിഞ്ഞു നോക്കുന്ന സാധനമാണ്. ഒരിക്കൽ കളഞ്ഞത് പിന്നെയും നോക്കുന്ന സാധനമാണ്. ഒരിക്കൽ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെയും നോക്കുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ ആയിപ്പോയതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പോൾ ഇങ്ങനെ നിൽക്കുക, ടാബ്ലോയ്ക്ക് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തിരിഞ്ഞു നോക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ടാബ്ലോ പോലെ നിൽക്കേണ്ടതായിട്ട് വരും. കൈയും കാലും അനക്കാണ്ട് നിൽക്കേണ്ടതായിട്ട് വരും. തിരിഞ്ഞു നോക്കരുത്. ദൈവം ഒരു വ്യക്തിയെ വിളിച്ചാൽ നിങ്ങളെ ദൈവം നിങ്ങൾ ഈ ഭൂമിയിലത്തെ വാസം കഴിയുന്നതിന് ശേഷം വരെയുള്ള കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുത്തിട്ടാണ് വിളിക്കുന്നത്. ഫുൾ ഇൻഷുവേർഡാണ് നിങ്ങൾ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ. നിങ്ങൾ ക്രിസ്തുവിൽ ഇൻഷുർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു അഷ്വറൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം തന്നതെല്ലാം ദൈവത്തിൻ്റെ മുന്നൊരുക്കിയ പദ്ധതി പ്രകാരം തന്നതാണ്. ആ ഡിവൈൻ സ്റ്റോറേജിൽ നിന്ന് നമ്മൾ എടുക്കാനുള്ള ഒരത്യന്ത ശക്തി നമ്മുടെ ഈ മൺപാത്രത്തിനകത്ത് വർദ്ധിക്കുകയേ വേണ്ടൂ.
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചിലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു? നമ്മളൊരു 5-10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് നമ്മളിനി ആശീർവാദം പറയാൻ പോകും. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കും ആ ഡിവൈൻ സ്റ്റോറേജ് എൻ്റെ മുമ്പിൽ തുറക്കപ്പെടണം? എനിക്കറിയാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് അങ്ങനെ ഒരു കലവറ തുറന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. ഉറപ്പാ, അത് തീർച്ചയായിട്ടും കർത്താവ് തുറക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റെവലേഷൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മിനിസ്ട്രി, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമാധാനം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫാമിലി ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി, ഒരു പൊസിഷൻ, ഒരു സാലറി ഇൻക്രിമെന്റ്, ഇതെല്ലാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കും. നിങ്ങൾ വിശ്വസിക്കുന്നു? ദൈവം തുറക്കും, ദൈവം അത് ഓപ്പൺ ആക്കും. കാരണം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് അളവ് പോരാതെ വരുവോളം നമ്മുടെ മേൽ പകരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ അതിനുവേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ അത് ചെയ്യും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. തുറക്കണമേ പറഞ്ഞ ആ ഡിവൈൻ സ്റ്റോറേജ് എൻ്റെ മേൽ തുറക്കട്ടെ, എൻ്റെ മക്കളുടെ മേൽ തുറക്കട്ടെ, എൻ്റെ ഭാവിയുടെ മീതെ തുറക്കട്ടെ, എൻ്റെ നന്മകളുടെ മീതെ തുറക്കട്ടെ. ദൈവപിതാവേ, എന്നോട് അറിയിച്ച ദൈവിക കാര്യങ്ങളുടെ മേൽ ഒരു ഡിവൈൻ അപ്രൂവൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുമ്പോൾ തന്നെ കർത്താവ് എന്നോട് പറയുന്നു, ചില ജീവിതങ്ങളിൽ നിന്ന് സന്തോഷം മാഞ്ഞുപോയ അവസ്ഥകൾ റിസ്റ്റോർ ചെയ്യപ്പെടാൻ പോകുകയാണ്. ഡിവൈൻ സ്റ്റോറേജിൽ നിന്ന്, ആ ഗുഡ് ട്രഷറിൽ നിന്ന് നിങ്ങളിലേക്ക് ആ സന്തോഷത്തിന്റെ പ്രൊവിഷൻസ് ഓപ്പൺ ആകുന്നു. നിങ്ങളിലേക്ക് സമാധാനത്തിന്റെ പ്രൊവിഷൻ ഓപ്പൺ ആകുന്നു, സന്തോഷത്തിന്റെ പ്രൊവിഷൻ ഓപ്പൺ ആകുന്നു, ഐശ്വര്യത്തിന്റെ പ്രൊവിഷൻ ഓപ്പൺ ആകുന്നു, വളർച്ചയുടെ പ്രൊവിഷൻ ഓപ്പൺ ആകുന്നു, സ്വസ്ഥതയുടെ പ്രൊവിഷൻ ഓപ്പൺ ആകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്നത് സംഭവിക്കട്ടെ. Rakabakataba librata zageta shantabakama librakato zafradedekama yagashaya likredida davagayashayna legatora gasyantaragama haduni bidigat shamdel ruhamaduni bidigada jagalkaram അത്ഭുത പ്രശസ്യ ഇപ്പോൾ തന്നെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഹെവൻലി പ്രൊവിഷൻസ് ഈവൻ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ യേശുവിൻ നാമത്തിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യപ്രകാരമുള്ള മക്കളുടെ മേൽ ഇപ്പോൾ അത് വന്ന് പതിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവവചനം ശ്രദ്ധയോടെ കേട്ട അതിനെ കൈക്കൊണ്ട് അതിനെ പ്രമാണിക്കുന്ന നിന്റെ മേൽ ഹെവൻലി പ്രൊവിഷൻ ഇപ്പോൾ പരിശുദ്ധാത്മാവ് തുറക്കുമ്പോൾ അതിന്റെ ആരംഭമാകുന്ന അനോയിന്റിംഗ് നിന്റെ മേൽ ഇപ്പോൾ ദൈവം പകരുകയാണ്. ഒരു ഹെവൻലി അനോയിന്റിംഗ്. എന്തൊന്നിനും ഏതൊരു സ്വർഗീയ പദവിക്കും താങ്കളെ ലീഗലി ഓതറൈസ് ചെയ്യുന്നത് അഭിഷേകം നൽകിക്കൊണ്ടാണ്, അഭിഷേകം പകർന്നുകൊണ്ടാണ്. ഇന്ന് ആ അഭിഷേകമാകുന്നു നിങ്ങളുടെ മേൽ ദൈവം പകരുന്നത്. ഇപ്പോൾ അത് സ്വീകരിക്കാൻ കൊതിയുള്ള ദൈവമക്കൾ അത് സ്വീകരിച്ചു തുടങ്ങുക. ഈ അഭിഷേകം നിങ്ങളെന്ന വ്യക്തിയെ മാറ്റും. ഈ അഭിഷേകം നിങ്ങളുടെ നിലവാരം മാറ്റും. ഈ അഭിഷേകം നിങ്ങളുടെ മൈൻഡ് തന്നെ ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യും. ഈ അഭിഷേകം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റും. എല്ലാ ബ്ലെസ്സിങ്ങിനെ ബ്ലോക്ക് ചെയ്യുന്ന, അഭിഷേകത്തെ ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ തിന്മയുടെ ദുഷ്പ്രഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആക്കുന്നു.
shekete megena mamaya rakadomonogosianda librakatata librakatata yashanta rakama yarababaya. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഡിവൈൻ അനോയിന്റിംഗ് റിലീസ് ആകട്ടെ, ഡിവൈൻ അനോയിന്റിംഗ് റിലീസ് ആകട്ടെ. ബ്രേക്ക് ത്രൂ നടക്കട്ടെ, ബ്രേക്ക് ത്രൂ നടക്കട്ടെ, ബ്രേക്ക് ത്രൂ നടക്കട്ടെ. എല്ലാ സ്ട്രഗിൾസും മാറട്ടെ, എല്ലാ ഫൈറ്റുകൾ തകരട്ടെ, എല്ലാ ഡിമോണിക് അറ്റാക്കുകൾ തകരട്ടെ, എല്ലാ രോഗവേദികൾ പിഴുതെറിയപ്പെടട്ടെ, ശാപവേദികൾ പിഴുതെറിയപ്പെടട്ടെ, പൈശാചിക വേദികൾ പിഴുതെറിയപ്പെടട്ടെ. എല്ലാ മത്സരങ്ങൾ, ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, എതിർ പ്രാർത്ഥനകൾ, അസൂയകൾ യേശുവിന്റെ നാമത്തിൽ തകർന്നെറിയുന്നു. Thank you Jesus, thank you Jesus, thank you Jesus. Oh hallelujah. വലിയ വിടുതൽ, വലിയ വിടുതൽ, വലിയ വിടുതൽ ഉണ്ടാകട്ടെ. പിതാവേ, ഈ ജനത്തെ അവിടുത്തെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ഉയരത്തിലെ സാന്നിധ്യം നൽകി, ദൈവിക അഭിഷേകം നൽകി, പരിശുദ്ധാത്മ വരങ്ങൾ, കൃപകൾ നൽകി. ആ ഡിവൈൻ സ്റ്റോറേജ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് അധികമായി തുറക്കണമേ. അവർ ലീഗൽ ആക്സസ് ഇന്ന് മുതൽ ഉണ്ടാകട്ടെ. വലിയ ആത്മ അനുഭവങ്ങൾ ഇന്നു മുതൽ ജനത്തിനുണ്ടാകട്ടെ. ആത്മീയ വളർച്ച, ഭൗതിക വളർച്ച, സാമ്പത്തിക വളർച്ച, എല്ലാ രീതിയിലുമുള്ള ഇവരുടെ ഹൃദയ ആലോചനകളും ആഗ്രഹങ്ങളും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഹെവൻലി സ്റ്റോറേജിൽ നിന്ന് ഇവരിലേക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്താട്ടെ. എത്ര പേർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും പേർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. ദിവസവും ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ഈ ലിങ്കുകൾ അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ ലിങ്കുകൾ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാക്കാം. അതിന് ഈ കാണുന്ന ഒരു ഫോർമാറ്റ് നിങ്ങൾ പിന്തുടർന്നാൽ മതിയാകും. ഇല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പിൻ്റെ ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ സകലത്തിന്മേലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ. ഇന്ന് കേട്ട വചനം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആമേൻ, 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 ആമേൻ.